ഒരവസ്ഥയിലേക്ക് തള്ളിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുക, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേൾക്കണം. എന്ത് കേൾക്കണം? കേൾക്കേണ്ടത് കേൾക്കണം. കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. യേശുവിനെക്കുറിച്ചുള്ള വചനങ്ങളാണ് കേൾക്കേണ്ടത്. കേൾക്കണം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്തുകൊണ്ടാണ്? ഒഴുകി പോകാതിരിക്കും. ഞാൻ ഈ അടുത്തിടയ്ക്ക് എനിക്ക് പേഴ്സണലി മീറ്റ് ചെയ്യപ്പെടേണ്ട വന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി കുട്ടികൾ കൺഫ്യൂഷനാണ്. ഭയങ്കര സ്ട്രോങ് കൺഫ്യൂഷനിലേക്ക് പോയിട്ട് എന്തെന്നറിയാത്ത തിയോളജിക്കൽ ഡൗട്ട്സിൻ്റെ ലോകത്ത് ഒരുപക്ഷെ അവരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് പോലും ഉത്തരം പറയാൻ കഴിയാത്ത നിലകളിലാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ പലതും ഇവർ പലതും കേട്ടത് പോലും അവരോട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരോട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടത്. അറിയാൻ വേണ്ടി കേട്ടിട്ട് അതിൻ്റെ ലോകത്തൂടെ ഒഴുകിപ്പോയ ഒത്തിരി പേര്. ആ വചനം മറക്കരുത്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കണം. എല്ലാവരും അത് പറഞ്ഞ് ഒഴുകി പോകാതിരിക്കും. ഒഴുകിപ്പോകുക, അധികം ശ്രദ്ധയോടെ കരുതിക്കണം. ഒഴുകിപ്പോകാതിരിക്കണം. ഒഴുകി പോകാതെ ഇരിക്കേണ്ടത്. അതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാവൂ. അനാവശ്യം വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലാത്തവർ വെറുതെ സമയങ്ങൾ വേണ്ടാത്തത് കേൾക്കാനായിട്ട് പോകരുത്. വേണ്ടാത്തത് കേൾക്കണ്ട. അല്ല പിന്നെ അതുപോലെ ഉറപ്പുള്ളവർ, അറിയാനുള്ള താല്പര്യമുള്ളവരൊക്കെ ചെയ്യാവും. അല്ലാത്തവർ വേണ്ടാത്തതൊക്കെ കേട്ടാൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടത്. ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കാരണം ഒരു വലിയ മാനസിക ധൈര്യമൊന്നും ഉള്ള ഒരു തലമുറയല്ല നമ്മുടെ തലമുറ. ഞാനിന്നെൻ്റെ തലമുറയെപ്പറ്റി എനിക്ക് കിട്ടിയ കുറച്ച് ഇൻസൈറ്റ്സ് ഉണ്ട്. കുറേ പോസിറ്റീവ് വശങ്ങളുണ്ട് ഈ തലമുറയ്ക്ക്. ന്യൂജൻ എന്നൊക്കെ നമ്മൾ പറയുന്ന മക്കൾക്ക് കുറേ പോസിറ്റീവ് വശമുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവ് വശം ഞാൻ കണ്ടത്, അവർ ഭയങ്കര ഇന്നോവേറ്റീവാണ്. ഒരു കാര്യത്തോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ വല്യപ്പൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി കുറച്ച് നാൾക്ക്. എനിക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ വല്യപ്പൻ പുറപ്പെട്ടു പോയ ചരിത്രം കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചനൊരു കത്തെഴുതി വീട്ടിൽ വെച്ചു, ഞങ്ങൾ തിരുവിതാംകൂർ വിടുന്നു. അന്ന് കേരളം 3 നാട്ടുരാജ്യങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? കൊച്ചി, മലബാർ, തിരുവിതാംകൂർ. അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ കോട്ടയം കഴിഞ്ഞാൽ തിരുവിതാംകൂർ തീർന്ന് കൊച്ചി തുടങ്ങും. കോട്ടയം വിട്ടെന്നാണ് അർത്ഥം. അമ്മച്ചി മയങ്ങിപ്പോയി. കോട്ടയം വിട്ടു എന്ന് കേട്ടപ്പോഴേ അമ്മച്ചി മയങ്ങി. തിരുവിതാംകൂർ വിടുന്നു. ആ ഒരു വാക്കിൻ്റെ മുമ്പിൽ അമ്മയും അപ്പനും ഭയങ്കര അലയും വിളിയും. പക്ഷേ ഇന്നത്തെ പിള്ളേരൊക്കെ എന്തോ ഇന്നോവേറ്റീവാണ്. ബുള്ളറ്റൊക്കെ എടുത്ത് ബൈക്കിൽ അങ്ങ് പോവുക കാശ്മീരിന്. ഇടയ്ക്കിടയ്ക്കൊരു വ്ളോഗർ ക്യാമറ ഒക്കെ ഇട്ട് അവരങ്ങ് പോവാണ്. എവിടെ? കാശ്മീരിന്. ഇത് നമുക്കിത് റിസ്ക് എന്ന് പറഞ്ഞാലും ഇതിനുള്ള ധൈര്യം കാണിച്ചില്ലേ? ഒറ്റയ്ക്ക് കാശ്മീരിൽ പോന്നു. ഒറ്റയ്ക്ക് സൈക്കിളിലൊക്കെ അങ്ങ് കേരളം കാണാൻ അങ്ങ് പോവാമോ? അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു നല്ല പയ്യൻ, അവർ മോശപ്പെട്ട പിള്ളേർ, നല്ല, എനിക്ക് അവനോട് സംസാരിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി. അവനിങ്ങനെ അവൻ്റെ ബുള്ളറ്റിൽ ഇങ്ങനെ എത്ര ലക്ഷം രൂപ വേണം, ഇതെല്ലാം അവർക്ക് ഓരോരുത്തർ കൊടുക്കും, വഴി നോക്കി ഇങ്ങനെ കൊടുക്കും, അവർ ചില ഭക്ഷണം കൊടുക്കും. അവരിങ്ങനെ തന്നെ അങ്ങ് പോവാണ്. പോയി അങ്ങനെ പോയപ്പം ബംഗാളിൽ നിന്നൊരു പെണ്ണും ബുള്ളറ്റേ വന്നു. അപ്പോൾ അവർ രണ്ടും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോയപ്പോൾ അവൾ നല്ലൊരു ക്രിസ്ത്യൻ പെണ്ണാണ്, പക്ഷെ ഒരു ബോണഗെയിം പെണ്ണാണ്. അവർ തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കാശ്മീരിൽ പോയിട്ട് ബൈക്ക് ഓടിച്ച് നേരെ റാന്നി വന്ന് കല്യാണം കഴിച്ച് ഇപ്പോൾ അവർ ഒറ്റ വണ്ടിയിൽ ഇങ്ങനെ. പക്ഷെ എനിക്ക് വളരെ ജെനുവിനായിട്ട് തോന്നിയ ഒരു ബന്ധമാണത്. എനിക്ക് തോന്നുന്നത് ജെനുവിനായിരുന്നു അത്. അവർ വന്ന് ഭർത്തപ്പള്ളിലൊക്കെ വന്ന് അവിടെ പേരൻസൊക്കെ വന്ന്, അപ്പം നമുക്ക് ബംഗാളിൽ നിന്ന് ബുള്ളറ്റേ പോകാമോ? 7 മണിയാകുമ്പം വീട്ടിൽ കണ്ടില്ലേ, ഒറ്റയ്ക്കൊക്കെ പോവാ. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നോവേറ്റീവാണ്, ഭയങ്കര. അവരൊരു രണ്ടാമത്തെ ഒരു കാര്യമാണ്, അവർ ഒരു ആവശ്യം പറഞ്ഞാൽ പ്രതികരിക്കും. പെട്ടെന്ന് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ചാടി വന്ന് പെൺപിള്ളേർ വരെ എന്ത് കൊടുക്കും? ബ്ലഡ് കൊടുക്കും. വേണേൽ കിഡ്നിയൊക്കെ എടുത്താൽ കൊടുത്തോളെ. എത്ര പേരോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കിഡ്നി വേണോ? അവർക്ക് വേണം ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കിഡ്നിയൊക്കെ കൊടുക്കാൻ തയ്യാറാണ് അല്ലേ? പിന്നെ ഈ നല്ല അക്കൗണ്ട്സൊക്കെ ഇട്ട് ഓരോരുത്തരൊക്കെ ഇതിൻ്റെ പൈസയ്ക്കൊക്കെ ഇടുമ്പോൾ ഈ പിള്ളേരൊക്കെ എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. എല്ലാവരും അല്ലെങ്കിലും കുറച്ച്. അപ്പം അതൊക്കെ ഒരുതരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, ഇന്നോവേറ്റീവ്. പിന്നെ വേറെ വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, ഈ
ജാതി വ്യവസ്ഥതയ്ക്കെതിരാണ് ഈ പിള്ളേർ. ഇന്നത്തെ പിള്ളേരോട് നമ്മൾ പണ്ടൊക്കെ ജാതിപ്പേരിട്ട് പറയുമായിരുന്നു വീടുകളിലൊക്കെ, അവരിന്നാരാ ഇവരിന്നാരാ. ഇങ്ങനത്തെ പിള്ളേരോടൊന്ന് പറയാമോ? വിറയ്ക്കും അവർ, വിറയ്ക്കും. നിങ്ങളെന്താ പറയുക, മേലിൽ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞേക്കരുതെന്ന് പറയും. നമ്മളവിടെ കൊച്ചായിപ്പോവും. അപ്പോൾ അത് നല്ല കാര്യമാണ്. ജാതിബോധം കുറവാണ്, പോസിറ്റീവല്ലേ? നമ്മുടെ നാടിന് നമ്മൾ വളർന്നപ്പോൾ എന്തായിരുന്നു ജാതിബോധം? നമ്മൾ സുറിയാനിയാണ്, അങ്ങനാണ് ഇങ്ങനാണ്. ആ ജാതിബോധം കുറവാണ്. അങ്ങനെയുള്ള വലിയ കുടുംബമഹിമൊന്നും പറയുന്നൊന്നും അവർക്ക് എന്തില്ല, ഇഷ്ടമല്ല. നമ്മുടെ അച്ഛൻ മറ്റേതായിരുന്നു പറയുന്ന, അവരൊക്കെ പുച്ഛമാണത് കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ? ഇല്ല. ഇനി നാലാമതൊരു പോസിറ്റീവ് ഫാക്ടറാണ് ഈ സ്ത്രീ പുരുഷ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. കൂടുതലാണോ കുറവാണോ? കുറവാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കുറവാണ്. നീ പെണ്ണാന്ന് അങ്ങനൊന്നും പറയാൻ നോക്കത്തില്ല. അപ്പം തന്നെ പണ്ടൊരു പെണ്ണും ചെറുക്കനോട് വർത്തമാനം പറഞ്ഞാൽ ഉടനെ അത് പ്രേമമായിരുന്നു. അവർ വെറുതെ വർത്തമാനം പറഞ്ഞ അപ്പം ഒന്നും എന്താക്കും, പ്രേമ. ഇന്ന് പക്ഷേ പെണ്ണും അവൻ്റെ ചങ്ക് ബ്രോയാണ് പറഞ്ഞവർ പോകുന്ന കണ്ടിട്ടില്ലേ? അപകടം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ള കാര്യമുണ്ട്. അപകടമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. നല്ല സൗഹൃദങ്ങളുണ്ട്, ഇല്ലേ? ശരിയാണോ? നല്ല സൗഹൃദങ്ങളുണ്ട്. അതിനകത്ത് ഒരശുദ്ധിയില്ലാത്ത സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങൾ രണ്ടു പേർക്കും, അവരിപ്പോൾ അവർ കൂട്ടുകാരാണെങ്കിൽ അവർ ഗാങ് ആയിരിക്കും, ആണും പെണ്ണും കാണും. ആ ഗാങ്ങിനകത്ത് തന്നെ അവന് വേറെ പെണ്ണ് കാണും, ഇവർക്ക് വേറെ ചെറുക്കൻ കാണും. പക്ഷേ ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, ഭയങ്കര ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമാണ്. അപകടമുണ്ട് ഇതിന്. പക്ഷേ അപ്പം തന്നെ എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. അത് ഗുണമുണ്ട്, പക്ഷേ ദോഷമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ജെൻഡർ അതുപോലെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ബോഡി ഷെയിം ചെയ്യായിരുന്നു. തടിയ, എലുമ്പ ഇങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. ഇന്നത്തെ പിള്ളേർ അങ്ങനെ എന്ത് ചെയ്യത്തില്ല, ബോഡി ഷെയിം ചെയ്യത്തില്ല. അവർക്ക് ഈ തടിയരോടൊക്കെ ഭയങ്കര ആരാധനയാണ്. അവർ ഭയങ്കര ഗൗരവമായിട്ടാണ് പറഞ്ഞത്, ഐ എം എ ഫാറ്റ് ബോയ്. ഇപ്പോൾ അതൊക്കെ ഒരു ഫേസ്ബുക്കിലൊക്കെ ഫാറ്റ് ബോയ് ഫാൻസ് അസോസിയേഷനൊക്കെ. ഞാനിത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഫാറ്റ് ബോയ് എനിക്ക് കിട്ടുന്നത് അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മക്കളെ തടി കൂടുതല, എവിടെ പ്രസംഗിച്ച് പറഞ്ഞു തടി കൂടുതലാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുമെന്ന് പറയും. എനിക്ക് തടിയന്മാരെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. എന്നെ കാര്യം ചോദിച്ചു, ഈ തടിയനെ കെട്ടിപ്പിടിക്കാൻ നല്ല സുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പാസ്റ്ററുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എനിവേ ബോഡി ഷെയിം ചെയ്യുന്നവർ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ ഒത്തിരി പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുണ്ട്. പക്ഷെ നെഗറ്റീവ് ഫാക്ടേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അവർക്ക് ബന്ധങ്ങൾ കുറവാണ്. ഈ റിലേഷൻഷിപ്പ് എന്ന് ഒക്കെ പറയുമ്പോൾ നമുക്ക് പണ്ട് കസിൻസ്, അച്ചായന, അമ്മച്ചി, കൊച്ചമ്മ, ഒന്നാമത്തെ കാര്യം ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലെന്നുള്ള നമ്മുടെ അപ്പച്ചൻ്റെ അനിയത്തിയുടെ ഇതൊന്നും പറഞ്ഞാൽ ഇവർക്ക് എന്താകത്തില്ല, മനസ്സിലാകത്തില്ല. ബന്ധങ്ങൾ കുറവാണ്. അതൊരു നെഗറ്റീവാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കുറവാണ്. കുടുംബയോഗം കൂടുന്നിടത്തൊന്നും ഇവരെ എന്ത് ചെയ്യത്തുമില്ല. പിന്നെ ഇവർക്ക് ആകെപ്പാടെ അറിയാവുന്ന എന്നാ ചോദിച്ചാൽ വല്ല കല്യാണം ഉണ്ടാക്കുന്ന നൗ വി വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് അവർ ഫാമിലി മിസ്റ്റർ സു ആൻഡ് സോ. അതൊക്കെ കാണാൻ പഠിച്ചൊരു ഈ പറയുന്ന ആരാന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ഫാമിലി കുരിശുമുട്ടിൽ എന്നൊക്കെ പറഞ്ഞ് പറയാൻ അറിയാമെന്നല്ലാതെ ഈ ഫാമിലിയെ പറ്റി കാര്യമായ പാപബോധമൊന്നും അവർക്കില്ല. ബന്ധങ്ങൾ കുറവാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഇവരൊക്കെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തില്ലാത്തവരാണ്. ചെറിയ പ്രശ്നത്തിന് പോലും എന്ത് ചെയ്ത് കളയും, അങ്ങ് ഡിപ്രഷനാവും. ഭയങ്കര ഈ ലവ് ഫെയിലർ ആണെങ്കിലും ഞാൻ എപ്പോഴും ഓർക്കുന്നത്, എൻ്റെ അപ്പനൊക്കെ എന്നെ അടി എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടായിരുന്നു അടിക്കുന്നത്. വളരെ കൊണ്ടുവന്ന് ഈ ജനലെ കെട്ടി നിർത്തിയിട്ട് നിക്കർ ഊരി എണ്ണ ചൂടാക്കി പെരട്ടി, നിങ്ങളങ്ങനത്തെ അടിയൊക്കെ ഉണ്ട്. കാപ്പിപ്പൊടി കൊണ്ട് വെട്ടി അത് വഴറ്റി, ഇത്രയും നേരം നമ്മളിങ്ങനെ നിൽക്കണം. അതാണ് ഏറ്റവും വലിയ. എന്നിട്ട് പുറകെ വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടക്കണം, കണ്ണടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കൊതുക്കെ കൊട്ടിക്കൊണ്ടിരിക്കും. 5-8 പ്രാവശ്യം കൊട്ടുമ്പോൾ നമ്മൾ ഓർത്തും തീർന്നു. പിന്നെ ഒരു അടിയുണ്ട് ഓർക്കാത്തത്, എന്നോ അടിയായിരുന്നു പറയും. മോളിശോന്ന് വെച്ച്. പക്ഷെ അത്രയും അടിച്ചായിരുന്നു നമുക്ക് അവരോട് ദേഷ്യമില്ല. ഉണ്ടോ? ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ അപ്പം മോനെ ഇന്ന് അവർ വിളിക്കും, അവരൊന്ന് കരയും, നമ്മൾ ഫ്ലാറ്റ്.
പക്ഷേ ഇന്നത്തെ പിള്ളേരെ ഇങ്ങനെ നമ്മളൊന്നും ഞെക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്താൽ 30-ാമത്തെ വയസ്സിൽ കൗൺസിലിംഗ് എന്നും പറയും. വൂണ്ട് ഫാദറിനോട് ഗ്രിഡ്ജ്. അപ്പോൾ കൗൺസിലർ കൊണ്ട് കസാര ഇരുത്തിയിട്ട് പറയും, അച്ഛനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന, ചീത്ത വിളിച്ചോളാൻ പറയും. അല്ലെങ്കിൽ അവരെ അങ്ങ് വെന്റിലേറ്റ് ചെയ്യും. 30-ാമത്തെ വയസ്സിൽ ഇവരുടെ അകത്ത് എന്തോ കിടക്കുക, വൂണ്ട് കിടക്കുക. അടിച്ചിട്ടുണ്ടോ അച്ഛനും അമ്മയും? വൂണ്ടുണ്ടോ? ഇല്ല. ഇന്നത്തേനെല്ലാം വൂണ്ടാ. ശരിയാണോ ചേച്ചി? ഭയങ്കര വൂണ്ട്. ഇവരെന്നെ മറക്കാത്ത, ഇവർക്കൊരൊറ്റ പോയം പഠിച്ചത് ഓർമ്മയില്ല. ഒരു പോയം പോലും ഓർമ്മയില്ല. മലയാളത്തിൽ പഠിച്ച ഒരു പോയം ഓർമ്മയില്ല. പക്ഷെ ഇത് മറക്കത്തില്ല. അത് ഒരു 5-6 വയസ്സ് തൊട്ട് അന്നേരം എന്നെ അടിച്ചായിരുന്നു. അന്നേരം പള്ളിയിൽ പോകാൻ ഞാൻ അടിച്ചായിരുന്നു. അപ്പനോട് തീരാത്ത പകയാണ്. പിന്നെ ചേച്ചിയോടായിരുന്നു ഇഷ്ടം, എൻ്റെ അച്ചാച്ചനോടായിരുന്നു ഇഷ്ടം. ഇതെല്ലാം വെറും ഓർമ്മകളല്ല, എന്തായിട്ട് സൂക്ഷിക്കുക. ഭയങ്കര മുറിവും ഭയങ്കര പകയും അത് അവരുടെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മുടെയൊക്കെ ഉരുട്ടിയിട്ടടിക്കുമായിരുന്നു. വല്ലതും തരുമായിരുന്നോ? ചോദിക്കുന്ന വല്ലതും തരുമായിരുന്നോ? ഇല്ല. ഉണ്ടേലും എന്ത് ചെയ്യത്തില്ല. ഉണ്ടേലും തരത്തില്ല. ഇത് നമ്മൾ പുറകെ നടക്കുമോ? വേണമെന്നും പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലെന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്നും എന്തു ചെയ്താലും ചെറിയൊരു മുറിവ് മതി. അത് കൊണ്ടു കിടക്കുന്ന ഗ്രഡ്ജായിട്ട് സൂക്ഷിക്കുന്ന ഒരു, പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഒരു ജനറേഷനാണ് ഈ ജനറേഷൻ. അതൊരു നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവാണ്. വീട്ടിൽ അടിക്കണ്ടേ അല്ലേ? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് അടിക്കാതിരിക്കാൻ ഒക്കുമോ? ഇനി അതിന് വേറെ കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും പേരിടാൻ വരും. പക്ഷേ എന്തോ പേരിടണ്ടേ? എടാ കുഞ്ഞ്, നിൻ്റെ കൊച്ചിന് നീ പേരിടണം. കാരണം നിനക്ക് എൻ്റെ കൊച്ചിന് പേരിടാൻ ഒക്കുമോ? നിൻ്റെ കൊച്ചിന് നീ എന്തിടണം? നമ്മുടെ കൊച്ചിന് നമുക്ക് പേരിടാൻ ഒത്തില്ല, പിന്നെ നാട്ടുകാർക്ക് പേരിടാൻ ഒക്കുമോ? ഇല്ല. എൻ്റെ കൊച്ചിനെ ഞാനിക്ക് അല്ലാതെ പിന്നെ ആർക്കാണ് അടിക്കാൻ ഒക്കുന്നത്? നമ്മുടെ കൊച്ചിന് നാട്ടുകാരുടെ കൊച്ചിനെ അടിക്കാൻ ഒക്കുമോ? ഇല്ല. അപ്പം ആ ഒരു നെഗറ്റിവിറ്റി ഇവർക്കുണ്ട്. ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്. അവർ പെട്ടെന്ന് അങ്ങ് ഹേർട്ടാകും. അതുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പാടാണ്. എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒത്തിരി അമ്മമാരെന്നെ പേടിച്ച് വിളിച്ചു. അവർ യാന്ത്രിച്ചാൽ ചെന്ന നോട്ട്ബുക്കൊക്കെ തുറന്നപ്പോൾ ചുമ്മാ എഴുതി വെച്ചേക്കുക, ജീവിതം മടുത്തു. ഇതിവർ കാണിക്കാനിരുന്നാണോ ചേച്ചി? ആണോ? വെരിട്ടാനാണോ? വെരിറ്റിഫിക്കേഷനാണോ? മിക്കതിൻ്റെ നോട്ട്ബുക്കൊക്കെ എടുത്താൽ എല്ലാം മടുത്ത സാക്ഷ്യം. ഇങ്ങനെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഏത് നിമിഷം അവസാനിപ്പിക്കാൻ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഈ അപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്തു പോകും? പേടിച്ചു. ടീച്ചേഴ്സ് ആരെങ്കിലും ഇത് കണ്ടിട്ട് അത് ഉടനെ പേരൻസിനെ അറിയിക്കും. അപ്പോഴത്തേന് ഭയങ്കര ബഹളമാണ്. ആത്മഹത്യ എന്നൊരു ചിന്ത. അത് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കഴിവിൻ്റെ കുറവാണ്. ഞാനൊരു പൗരുഷയും പറഞ്ഞൊരു സാക്ഷിയുണ്ട്. അത് നടന്ന കാര്യമാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. ഞാനൊരു ദിവസം ഈ ആത്മഹത്യയെപ്പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ബുക്സൊക്കെ വെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കുറേ പേര് പറഞ്ഞപ്പോൾ എന്താ ഇതിൻ്റെ കാരണമെന്നറിയാൻ വേണ്ടി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നു ചോദിച്ചു, എന്താണ് പുതിയ വിഷയം പഠിക്കുക? ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു പഠനത്തിലാണ്. ആത്മഹത്യയുടെ കോസസ്, അതിൻ്റെ കാരണങ്ങളൊക്കെ പഠിക്കുക. അതേ ഒരു ചരിത്രം പറയും. ഞങ്ങളുടെ നാട്ടിലൊരു പയ്യൻ ആത്മഹത്യ ചെയ്യണം തോന്നി. അവനൊരു കയറും എടുത്തുകൊണ്ട് അടുത്തുള്ള വനത്തിൽ കയറിപ്പോയി. ഈ വെപ്രാളപ്പെട്ട് പോയപ്പോൾ തൂങ്ങിച്ചാകാൻ വേണ്ടി വനത്തിലോട്ടാണ് പോയത്. ഇവന് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നി. അവനൊരു പാറയിൽ പോയിരുന്നു, നല്ലപോലെ വയറ്റിൽ നിന്ന് പോയി. വെറുണ്ട് ചാകാൻ പോകല്ലേ. വയറ്റിൽ നിന്ന് പോയപ്പോൾ അവനൊരു ചിന്ത, ഈ കോലത്തിൽ പോയി തൂങ്ങിച്ചത്ത അടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ. അപ്പോൾ ഈ വനത്തിൽ കൂടെ നടന്നൊരു അരുവിയുണ്ട്, അവിടെ പോയി ശരിക്കും കുളിച്ച് വയറ്റിൽ നിന്ന് പോയപ്പോൾ ഇവൻ പോയ കാര്യം മറന്നുപോയി. ഇവനെ കയറുമെടുത്ത് തിരിച്ചിറങ്ങി വന്ന പൊരുത്തം ചോദിച്ചു, നീ കയറുമായിട്ട് ഇവിടെ പോയാന്ന്. അപ്പോഴാണ് അവനെ ഓർക്കുന്നത് ചാകാൻ പോയാന്ന്. ആ കയറ് ആ കൂട്ടുകാരൻ മേടിച്ചിട്ട്, അതൊരു കടയായിരുന്നു, അവിടെ പഴക്കൊല കെട്ടി തൂക്കുന്നുണ്ട് ഇപ്പോഴും. ആ സമയത്തൊന്ന് വയറ്റിൽ നിന്ന് പോയതുകൊണ്ട് ഈ വെപ്രാളം അങ്ങ് പോയി. ഇത്രയുള്ള ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു, ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ എന്താ ഉണ്ടാകുക? അതിനുള്ള സ്റ്റാമിന ഇല്ല. ഏത് കാര്യവും അവരെ തളർത്തിക്കളയും. അതവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഇവർ എന്തിനുള്ള സാധ്യതയുണ്ട്, ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ദൃഢമായ ഒരിടത്ത് നിൽക്കാനുള്ള ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ കൺഫ്യൂസ്ഡ് ആക്കും. അതുകൊണ്ട് വേദോസം പറയുകയാണ്,
ഈ തലമുറയ്ക്ക് ഈ കാലഘട്ടത്തിന് ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇവർ പിന്മാറിപ്പോകുമ്പോൾ എങ്ങുമല്ല ചെല്ലുന്നത്, എങ്ങും ചെല്ലാതെ എവിടെയോ ശൂന്യതയിൽ ചെന്ന് അസ്തമിച്ച് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാവൂ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്തിന് സാധ്യതയുള്ള ലോകത്താണ് ജീവിക്കുന്നേ? ഒഴുകിപ്പോകാൻ. എല്ലാവരും വാക്യമൊന്നും കാണാതെ പറഞ്ഞ് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കണം. ഉറക്കെ പറഞ്ഞ് ഒഴുകി പോകാതിരിക്കണം, ഒഴുകി പോകാതിരിക്കണം, ഒഴുകി പോകാതിരിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കൺഫ്യൂഷൻ്റെ ഒക്കെ ലോകത്തോടുണ്ടെങ്കിൽ കേൾക്കേണ്ടത് കേൾക്കുക, കേൾക്കേണ്ടപ്പം കേൾക്കുക, അധികമായിട്ട് കേൾക്കുക, കേൾക്കരുതാത്തത് കേൾക്കാതിരിക്കുക. കേട്ടല്ലോ? അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. 12-ാം അധ്യായത്തിൻ്റെ വരികയാണ്. അതുകൊണ്ട് നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും പെട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. അടുത്ത വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം, യേശുവിനെ നോക്കണം, യേശുവിനെ നോക്കണം. രണ്ടാമത്തെ ഒരു വലിയ ആഹ്വാനം ലേഖനകർത്താവ് പറയുകയാണ്, നമ്മൾ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നോക്കണം. എല്ലാവരും പറഞ്ഞ് യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. മൂന്നാമത്തെ ഒരു കാര്യം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നാം സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. എന്നാലിൻ്റെ ഒന്ന്, നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടണം. വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതം യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് നിത്യത ഉറപ്പാണ്. പക്ഷേ സുവിശേഷങ്ങളിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, തൻ്റെ ഏകനാപുത്രനിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലേഖനങ്ങളിൽ കൂടെ പോകുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ, ഒരു ഓട്ടത്തിൻ്റെ, ഒരു ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ അവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പം പറയുന്നൊരു കാര്യമുണ്ട്, ജയിക്കുന്നവന് ഞാൻ ജീവിക്കട്ടെ കൂടും. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം? ജയിക്കണം. വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം? ജയിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? ജയിക്കണം. അതുകൊണ്ടാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തമുണ്ട്. പക്ഷേ അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടണം. അത് നെഗറ്റീവ് ഭയമല്ല, പോസിറ്റീവായിട്ടൊരു ഭയമാണ്. ഭയത്തിന് 2 ആസ്പെക്റ്റുണ്ട്, നെഗറ്റീവുണ്ട്, പോസിറ്റീവുണ്ട്. ചെറിയൊരു ടെൻഷനും ചെറിയൊരു ഭയമൊക്കെ വേണം. ഇപ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഒരു ഭയവും ഇല്ലെങ്കിൽ, ഒരു ടെൻഷനും ഇല്ലെങ്കിൽ കൂളായിട്ട് അവൻ തലേദിവസം സെക്കൻഡ് ചോയ്ക്ക് പോകും. കണ്ടിട്ടില്ലേ? അവന് ഒരു ഭയവും ഇല്ല. എന്നാൽ ഈ ഭയം കൂടിയ പിള്ളേർക്ക് ഒന്നും എഴുതാനൊട്ട് ഒക്കത്തുമില്ല. ചെറിയൊരു ഇത് വേണ്ടേ? നമ്മളൊരു ക്രിസ്തീയ ജീവിതം എങ്ങനെ കഴിക്കണമെന്നാണ്? ഭയത്തോടെ. വേദോസിൻ്റെ ഒരു വാക്യമുണ്ട്, പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ട, പക്ഷെ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അത് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം, ഭയപ്പെടണം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ്, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 10-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണുന്നു, അതിൻ്റെ 24-ാമത്തെ വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ അവിടെ തമ്മിൽ ഉപേക്ഷിക്കാതെ ഫുൾ സ്റ്റോപ്പില്ല, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ഫുൾ സ്റ്റോപ്പില്ല, സ്നേഹത്തിലും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ. അടുത്തത്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഏതധികമായിട്ട് ചെയ്യണം. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി വിചാരിക്കരുത്. നാളെടുക്കുകയാണ്, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എല്ലാവരും പറഞ്ഞ് സഭായോഗങ്ങളെ. ഞാൻ എല്ലായിടത്തെയും കേസ് ജനറലൈസ് ചെയ്യുന്ന ഒക്കത്തില്ലെങ്കിൽ പോലും, ജനറലൈസ് ചെയ്യുന്ന എപ്പോഴും തെറ്റാണ്. ജനറലൈസ് ചെയ്യാൻ എക്സെപ്ഷൻസ് ആർ ദെയർ ഓൾവേസ്. പക്ഷേ എൻ്റെ റീഡിങ്ങിൽ ഇവിടെ നിന്നൊക്കെ പോകുന്ന ഒത്തിരി മക്കൾ കുറച്ച് കഴിയുമ്പോൾ ഇംഗ്ലീഷ് ചർച്ചിൽ പോകാറുണ്ട്. റീസൺ ഭാഷ തന്നെയല്ല. കാരണം നമുക്കെപ്പോഴും മാതൃഭാഷയിൽ ഈ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ മാതൃഭാഷ നമുക്കൊരു സ്പോണ്ടേനിയസാണ്. പലപ്പോഴും ഇംഗ്ലീഷ് ചർച്ചയൊക്കെ തപ്പിപ്പോകുന്ന മക്കളുടെ മെയിൻ റീസൺ, അവിടെ യോഗത്തിന് പോയാലും പോയില്ലെങ്കിലും ആരും എന്ത് ചെയ്യത്തില്ല? തിരക്കത്തില്ല.
തിരക്കത്തില്ല. തിരക്കി അവർക്ക് സ്യൂ ചെയ്യാം. കാരണം എൻ്റെ പ്രൈവസിയിൽ എന്ത് ചെയ്തു, ഇടപെട്ടു. ഞങ്ങളുടെ ഒരു പെൺകുട്ടി, ഞാൻ അറിഞ്ഞ ഒരു കേസാണ്. ചർച്ചിൽ ചെന്നപ്പോൾ 2 ആഴ്ച വരായിരുന്നപ്പം പാഷ തിരക്കി. പലവട്ടം വിളിച്ചപ്പം അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. പക്ഷെ നമ്മുടെ ചർച്ച അങ്ങനെയല്ല. ഒന്നീ വരണം, അടുപ്പിച്ച് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കാര്യങ്ങൾ തിരക്കി ഒക്കത്തുള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ വിചാരിക്കരുത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അവരെ 7 സഹോദരിമാരാണ്. അമ്മ 3ാമത്തെയാണ്. ബാക്കി 4 കല്യാണം, 4 എല്ലാ കാര്യങ്ങളും ഒന്നിനു പോലും കൂടിയിട്ടില്ല. ഒറ്റ കാര്യം കൊണ്ടാണ്. അവർ യാക്കോബക്കാരായിരുന്നുകൊണ്ട് എല്ലാം എന്നേ വെക്കത്തുള്ളൂ. ഞായറാഴ്ച 11 മണിക്ക് ആ പള്ളി കഴിഞ്ഞാൽ ഉടനെയാണ്. ഒന്നിനു പോലും കൂടിയില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതിലും വലിയ വില എന്തിനു കൊടുത്തു? സഭായത്തിന് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒത്തിരി ബന്ധങ്ങളിൽ മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കോസിന് വേണ്ടി നിന്നതാണ്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി അടുത്ത് നിൽക്കുക, എന്നെ മോളെ യോഗത്തിന് വരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞിന് ഉള്ളത് കൊണ്ട് ആൻറ്റി വരാത്ത. കുഞ്ഞിന് എത്ര വയസ്സായി? 1.5 വയസ്സായി. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ 56 തികയുന്നതിന് മുമ്പ് ഞാൻ ആരാധനയ്ക്ക് കൊണ്ടുപോയത്. എന്നെ 56 കഴിയുന്നതിന് മുമ്പ് പെറ്റ അമ്മ വീട്ടിൽ നിന്ന് പ്രസവിച്ച് കിടക്കുമ്പോൾ വള്ളത്തെ കയറി ഒരു വട്ടം വള്ളക്കാരൻ കയറ്റിയില്ല വെള്ളപ്പൊക്കത്തിന്. അതൊഴിച്ച ഒറ്റ ആരാധന പോലും മുടക്കിയിട്ടില്ല. അപ്പോഴാണ് 1.5 വർഷമായിട്ടും ആരാധനയ്ക്ക് പോകാത്തത്. നോക്കൂ, എന്ത് മുടക്കരുത്, സഭായോഗങ്ങളെ മുടക്കരുത്. എല്ലാവരും പരസ്പരം ഒന്ന് പറഞ്ഞ് നാളെ അടുക്കുക. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കും. ഗൗരവമായിട്ട് പറഞ്ഞ് സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. കൂട്ടായ്മ ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തീയ ജീവിതം സാധ്യമാകത്തുള്ളൂ. ക്രിസ്തീയ ജീവിതം സാധ്യമാകണമെങ്കിൽ കൂട്ടായ്മ മസ്റ്റാണ്. ഫെലോഷിപ്പ് അതിൻ്റെ ഒരു വൈറ്റൽ പാർട്ടാണ്. ഇവിടെ നമ്മൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ പ്രസംഗം തന്നെ ലൈവിലൂടെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ഉണ്ടോ? ഉണ്ട്. പക്ഷേ അവിടെ എന്ത് കിട്ടത്തില്ല? കൂട്ടായ്മ കിട്ടത്തില്ല. ഈ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവമക്കളോട് പറയട്ടെ, നാളെടുക്കുകയാണ്. ഏത് ദിവസവും 2 നാളെടുക്കുക. ഒന്ന് നമ്മുടെ മരണം എന്ന നാൾ, 2 കർത്താവിൻ്റെ വരവ്. ഏതാണ് ആദ്യമൊന്നും അറിയില്ല. ഏതായാലും സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഏറ്റവും വലിയ ക്രെഡിറ്റാണ്. ഞാൻ അടുത്തിടയ്ക്ക് ഒരു വലിയ ബിസിനസ്സുകാരുടെ, അവർക്ക് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. 10,000-3,500 പേര് സ്റ്റാഫുള്ള ഒരു ഫേമിൻ്റെ ഉടമസ്ഥരാണ്. അവിടുത്തെ ഒരു മകൻ്റെ കല്യാണം നടക്കുക. അപ്പോൾ പെണ്ണിൻ്റെ അപ്പനും ചെറുക്കൻ്റെ അപ്പനും 2 പേരും വന്ന് സാക്ഷ്യം പറഞ്ഞു. എന്നെ വല്ലാതെ അത് സ്വാധീനിച്ചു. പെണ്ണിൻ്റെ അപ്പം വന്നിട്ട് സാക്ഷ്യം പറയാണ്, എൻ്റെ മകള് മംഗലാപുരത്താണ് BDSഉം എൻ്റെ ഓർമ്മയിൽ MDSഉം ചെയ്തത്. അവൾ ആ ഒരേ കോളേജിൽ ഇത്ര നാൾ പഠിച്ചു. പക്ഷേ എനിക്കുള്ള സാക്ഷ്യം, അവിടെ പാസ്റ്റർ പറയുന്നു, ഒറ്റ സഭായോഗം ഈ കുട്ടി അവിടെ വെച്ച് മുടക്കിയിട്ടില്ല. ഒരു സഭായോഗത്തിന് പോലും എൻ്റെ മകള് മുടക്കിയിട്ടില്ലെന്നുള്ള സാക്ഷ്യം. എനിക്ക് എൻ്റെ മോളെക്കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യമേ ഉള്ളൂ. അവൾ സഭായോഗം മുടക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സഭായോഗം മുടക്കാത്തൊരു മോളെക്കുറിച്ച് അപ്പൻ സാക്ഷ്യം പറയാം. പരീക്ഷയുടെ തലേദിവസം പോലും അവളെന്ത് മുടക്കിയില്ല? സഭായോഗം മുടക്കിയില്ല. അപ്പനൊരു സാക്ഷ്യം പറഞ്ഞു. ചെറുക്കൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ സഹോദരന്മാരവിടെ ഭാര്യമാർ, എൻ്റെ അപ്പൻ്റെ അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ 3-4 തലമുറ ഇവിടെ ഉണ്ട്. ഒറ്റ സാക്ഷ്യം, ഞങ്ങൾ ഇത്ര സഹോദരങ്ങളായിരുന്നു, എല്ലാവരും കല്യാണം കഴിച്ചു വന്നു. പക്ഷെ എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ കെട്ടി വന്ന ഒരു മകളെ പോലും ഞങ്ങളുടെ അമ്മച്ചി പേര് വിളിച്ചിട്ടില്ല, മോളെ എന്നല്ലാതെ. ആ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ വന്ന പെണ്ണിനെയും ഞങ്ങൾ എന്തെന്നേ വിളിക്കത്തുള്ളൂ, മോളെ എന്നേ വിളിക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു സാക്ഷ്യം പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ. അപ്പം ചെറുതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി വിചാരിക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. സഭായോഗങ്ങളെ ഒരു കാരണവശാലും ഉപേക്ഷയായി വിചാരിക്കരുത്. മാത്രമല്ല, ആവോളം സഭായോഗത്തിന് എപ്പം പോകണം? നേരത്തെ പോകണം. സഭായോഗത്തിന് നേരത്തെ പോകണം. പറഞ്ഞേ, നേരത്തെ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പറ, സഭായോഗത്തിന് നേരത്തെ വരും. എല്ലാവരും പറഞ്ഞേ, നേരത്തെ. രണ്ടാമത്തൊരു കാര്യം, എവിടെ നിന്നിരുന്ന് തുടങ്ങണം? ഫ്രണ്ടിൽ നിന്നിരുന്ന് തുടങ്ങണം. പറ. ഫ്രണ്ടിൽ നിന്നിരുന്ന് തുടങ്ങണം. ഒരിക്കലും എവിടെ നിന്നിരുന്ന് തുടങ്ങരുത്? ബായ്ക്ക് നിന്നിരുന്ന് തുടങ്ങരുത്. എവിടെ നിന്നേ തുടങ്ങാവൂ? ഇനി
യോഗം സന്തോഷമായിരുന്നുള്ളതിൻ്റെ തെളിവെന്താ? യോഗം കഴിഞ്ഞാൽ ഉടനെ പോകരുത്. യോഗം കഴിഞ്ഞ് ഓടിപ്പോയാൽ ആ യോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. യോഗം കഴിഞ്ഞൊരു 10 മിനിറ്റ് അവിടെ തപ്പിപ്പിടിച്ച് നിന്നാൽ അതിൻ്റെ അർത്ഥം യോഗം അനുഗ്രഹമായിരുന്നുള്ളതാണ്. അത്യാവശ്യം ഇല്ലാത്തവർ യോഗം കഴിഞ്ഞ് ഓടി എന്ത് ചെയ്യരുത്? എല്ലാവരോടും ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സ്തോത്രമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാവും? പോകാവും. അപ്പം സഭായോഗങ്ങൾക്ക് എപ്പം വരണം? നേരത്തെ വരണം. എവിടെ നിന്നിരിക്കണം? ഫ്രണ്ടിൽ നിന്നിരിക്കണം. എന്ത് അനുഗ്രഹമായിരിക്കും എന്നറിയാം. ദയവായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് മുമ്പോട്ട് കയറി ഇരിക്കേണ്ടതെന്ന് പറയാൻ ഒരു അവസരം പോലും ഉണ്ടാക്കാതെ വരുമ്പോഴേ എവിടെ നിന്നിരിക്കണം? ഫ്രണ്ടിൽ നിന്നിരുന്ന് തുടങ്ങണം. അങ്ങനെ ഒന്ന് ശീലിച്ച് നോക്കിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം യോഗത്തിന് നേരത്തെ വരിക. യോഗം കഴിഞ്ഞാൽ ഉടനെ പോകരുത്. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞിട്ടേ പോകാവൂ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, അവിടെയാണ് കൂട്ടായ്മ ഉണ്ടാകുക. ചർച്ചിനകത്ത് വരുമ്പോൾ എന്തുകൂടെ ഉണ്ടാകണം? കൂട്ടായ്മ. അപ്പോൾ ചിലരൊക്കെ പറയും മെഗാ ചർച്ചൊക്കെ വലിയ ചർച്ച ആകുമ്പോൾ പരസ്പരം അറിയത്തില്ല, അങ്ങനെയൊക്കെ ഒരു കാര്യം പറയും. അതും തോന്നലാണ്. ഈ സ്ഥിരമായിട്ട് വരുന്നവരെയും അവിടെ നിൽക്കുന്നവരെയും എല്ലാവർക്കും എന്ത് ചെയ്യാം? അറിയാം. അപ്പോൾ ഈ അറിയാതെ പോകുന്നത് നമ്മുടെ കുറ്റമാണോ നിങ്ങളുടെ കുറ്റമാണോ? ഞങ്ങളുടെ കുറ്റമല്ല. അറിയേണ്ടവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. അപ്പം വളരെ കൃത്യമായിട്ട് ഓർക്കുക, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇനി ഒരു ആഹ്വാനം വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 12ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, നമ്മുടെ നാമസാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് 100 മീറ്റർ ഓട്ടമാണോ മാരത്തൺ ഓട്ടമാണോ? 100 മീറ്റർ ഓട്ടമാണോ മാരത്തൺ ഓട്ടമാണോ? മാരത്തൺ ഓട്ടം. ഈ എനിക്കിന്ന് കാണുന്ന, എന്നോട് തെറ്റിദ്ധരിക്കരുത്, പല പാസ്റ്റേഴ്സ് ഈ ഭയങ്കര ആവേശമൊക്കെ കാണിക്കുന്ന പിള്ളേരെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പം പിന്നെ കാണത്തില്ല. കാരണം ഇവരെത്ര മീറ്റർ ഓടി? 100 മീറ്റർ ഓടുന്നവരെങ്ങനെ ഓടും? ഭയങ്കര സ്പീഡിൽ പോവും, പിന്നെ കിതച്ചൊരൊറ്റ നിപ്പാണ്. ആ സമയം ഈ മാരത്തൺ ഓടുന്നവരുണ്ട്. ഒരു ഭക്തനച്ചാൻ്റെ ഒരു ബോഡി ഇവിടെ കൊണ്ടുവച്ച്, അച്ചാൻ്റെ 50ാമത്തെ ആണെന്ന് തോന്നുന്നു സ്നേഹസോപാനം, ഞാനത് റാന്നി കോർഡിനേറ്റ് ചെയ്ത. 50 വർഷമൊക്കെ പാടി. ചെറിയ കാര്യമാണോ? തമ്പി അപ്പച്ചൻ്റെ മരിച്ചപ്പം 60 വർഷം അടുത്ത് ശുശ്രൂഷയിൽ. ചെറിയ കാര്യമാണോ? അവരൊക്കെ ഓടിയത് എന്താ? മാരത്തണ്ണാണ് ഓടി. നമ്മളും വിളിക്കപ്പെട്ടത് എന്തോടാനാ? മാരത്തൺ ഓടണം. ഈ മാരത്തൺ ഓടണമെങ്കിൽ പതുക്കെ സ്ഥിരതയോടെ ഓടണം. സ്ഥിരത വേണം. മുമ്പിൽ ഇങ്ങനെ ഒരു ഓട്ടമുണ്ട്. നമ്മളെ 100 മീറ്റർ പെട്ടെന്നൊരു ആവേശമൊക്കെ കാണിച്ച് വലിയ കാര്യമൊക്കെ കാണിച്ചിട്ട് പിന്നെ കാണാതെ പോകരുത്. എന്താ ഓടണം? മാരത്തൺ ഓടണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പറഞ്ഞ് മറക്കരുത്. മറക്കാതിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയും. മാരത്തൺ ഓട്ടം ഓടാനുണ്ട്. ആയതുകൊണ്ടാണ് ഈ പ്രായമുള്ള ദൈവദാസന്മാരോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നുന്നത്. അവരെ ഓടിയത് എന്തോ ഓട്ടമാണ്? മാരത്തൺ. പതുക്കെ ഓടി. വലിയ ബഹളമൊന്നും കാണിച്ചില്ല, വലിയ പോസ്റ്ററും ഫ്ലെക്സും അഡ്വർടൈസ്മെൻറ്റും ഒന്നുമില്ല. പക്ഷെ അവരെ ഓടി 10, 50, 60 വർഷം എന്ത് ചെയ്തു? ഓടി തീർത്തപ്പോഴും കർത്താവിനെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ശാന്തമായിട്ടൊക്കെ അങ്ങ് പോയി. എന്തൊരു ഓട്ടമാണ്! അതൊക്കെ എന്ത് ഓട്ടമായിരുന്നു? മാരത്തൺ ഓട്ടം. അതുകൊണ്ടാണ് പറയുക, മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്കെല്ലാം ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിൻ്റെ പ്രത്യേകത, അത് ചട്ടപ്രകാരം ഓടണം, ട്രാക്കിൽ കൂടെ ഓടണം. പക്ഷേ ഇത് മാരത്തണ്ണ, കുറേ ഓടാനുണ്ട്. ഓടിയവർ ഒത്തിരി പേര് മുമ്പ് നിൽപ്പുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ നോക്കി, ആ ഓട്ടം കഴിഞ്ഞ് ചെല്ലുമ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുമ്പിൽ നിൽക്കുക. എന്ത് പേരാണെന്നറിയാം, കൈയടിച്ച് നീയും വന്നോ ഓടി പൂർത്തീകരിക്കുമ്പോൾ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാനോ എന്ത് തികച്ചു? വിശ്വാസം കാത്തു. പിന്നെ ഓട്ടം തികച്ചു. ഓട്ടം ഓടുകയല്ല, ഓട്ടം തികയ്ക്കണം. അതിനെന്ത് വേണം? സ്ഥിരത വേണം. സ്ഥിരതയോട് ഓടണം. സഭായോഗങ്ങളെ കൂട്ടായ്മ വേണം. ഒറ്റ ആളും കൂട്ടായ്മ മുടക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥന ചിലരുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, ഞങ്ങൾക്ക് നല്ല തിരക്കാണ്, ഒരു പണിയില്ലാത്തവരാണ് എവിടെ വരുന്നത്. തെറ്റാണ് കേട്ടോ. പണിയെല്ലാം ഒതുക്കിയിട്ടാണ് ഈ ഓടി വരുന്നത്. പണിയില്ലാഞ്ഞിട്ടല്ല വരുന്നത്, പണി ഒതുക്കിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ചർച്ചയിൽ 100 ദിവസത്തെ പ്രാർത്ഥന നടന്നപ്പോൾ 100 ദിവസവും വന്ന ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹം രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പശുവിനെ കറന്നിട്ട്, കൃഷിക്കാരനാണ്, ചെരുപ്പൊന്നും ഇടത്തില്ല, ഈ തൊപ്പിപ്പാള വെച്ചുകൊണ്ട് നടക്കുന്നത്, കർഷകനാണ്. പോലീസുമായിട്ട് വഴക്കുണ്ടാക്കിയ പുള്ളി.
ഹെൽമെറ്റ് വെച്ചപ്പം പുള്ളി പറഞ്ഞു ഇതാണ് എൻ്റെ ഹെൽമെറ്റെന്ന്. അവസാനം പോലീസുകാരൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച നിങ്ങളുടെ സേഫ്റ്റിക്കാണ്. പോലീസുകാരങ്ങ് താണു, പുള്ളിയുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പോയില്ല. പുള്ളി പറഞ്ഞു ഞാൻ എവിടെ പോയാലും കർഷകൻ്റെ അടയാളമാണിത് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി എന്നാൽ എനിവേ ഞാൻ ചെയ്തൊരു കാര്യം 100 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്രിയങ്കരനായ MP വിളിച്ചിട്ട് പുള്ളിയെ ഷാൾ അണിയിച്ചു. കാരണം ഈ പാവം പിടിച്ചവൻ പകലത്തെ അധ്വാനത്തിന് ശേഷം 100 ദിവസം ഇവിടെ വന്നു, മഹാരാണിക്ക് വന്നു, 100 ദിവസം വന്നു കഷ്ടപ്പെട്ട്. എത്ര വയസ്സാണെന്നറിയാം? 80 വയസ്സ്. 80 വയസ്സുള്ള മനുഷ്യൻ രാവിലെ മുഴുവൻ അയ്യത്ത് കളച്ചിട്ട് വൈകിട്ട് എവിടെ വരിക? പ്രാർത്ഥനയ്ക്ക് വന്നു. 100 ദിവസം വന്നു, ഒരു ദിവസം മുടക്കിയില്ല. ആദരിക്കപ്പെടണോ? വേണം, ആദരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് പറയുക? അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടണം. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. എല്ലാവരും പറഞ്ഞേ, സഭായോഗങ്ങളെ കൂട്ടായ്മയ്ക്ക് വരണം, ആവോളം വരണം. ഇനി 13-ാം അധ്യായത്തിൽ കാണുന്നു 13-7 നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. അത് പാസ്റ്റ് ടെൻസ് ആണ്. കാലാകാലങ്ങളിൽ നമ്മളെ നടത്തിയവരുണ്ട്. അവരെ എന്ത് ചെയ്യണം? ഓർക്കണം. ഇതുപോലെ ഒരു ഓർമ്മ, ഒരു കല്യാണത്തിന് ഒരു ഡോക്ടർ പയ്യൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയുക. അവൻ വിതുങ്ങി പറഞ്ഞു, എനിക്ക് ഒരൊറ്റയാളെ ഇന്ന് ഓർക്കാനായിട്ട് പ്രധാനമായിട്ടുള്ളത് മറ്റാരുമല്ല, എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു അമ്മച്ചിയാണ്. അത് പറയുമ്പോൾ വിതുമ്പുകയാണ്. സൺഡേ സ്കൂൾ പഠിപ്പിച്ചവർ വളരെ ഗൗരവമുള്ളൊരു കാര്യം. സൺഡേ സ്കൂളിൻ്റെ കാര്യം ചെറിയൊരു കാര്യമല്ല. അവരൊത്തിരി വില കൊടുത്താണ് അവിടെ വരിക. ആ കുട്ടികളെ ഓർത്തും പ്രാർത്ഥിച്ചും സീരിയസ് ആയിട്ട് അത് എടുക്കുന്നവർ. അപ്പം പറയുകയാണ്, നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. 13-ാം അധ്യായത്തിൻ്റെ 17-ാം അധ്യായത്തിൽ പറയുന്നു, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പം നടത്തിയവരെ ഓർക്കണം, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക്. എന്തുകൊണ്ടാണ്? അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി. അതൊരിക്കലും അവരെങ്ങനെ ചെയ്യരുത്? ഞരങ്ങിക്കൊണ്ട് ചെയ്യരുത്. അവർ ഞരങ്ങിയാൽ വേദസം നന്നല്ലെന്ന്, ആ വാക്ക് വളരെ അലർട്ടാണ്. അത് അവർ ഞരങ്ങിയാൽ നന്നല്ല. ഞാൻ ഈ ഞരക്കങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ പിന്നത്തേതിൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നും കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞരക്കങ്ങൾ നമുക്കെന്തല്ല? നന്നല്ല. അപ്പോൾ നോക്കൂ, വേദപുസ്തകത്തിൽ ഇങ്ങനെ കുറേ ആഹ്വാനം കൊടുക്കുകയാണ്. ഈ ആഹ്വാനങ്ങളിൽ ഒരാഹ്വാനത്തെ നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാം. 3-ാം അധ്യായത്തിൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു കർത്താവിനെ ശ്രദ്ധിച്ചുക. പേ മച്ച് ക്ലോസർ അറ്റൻഷൻ. കുറച്ചുകൂടെ ഒരു ക്ലോസർ അറ്റൻഷൻ ആർക്കാ? യേശുവിന് കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സസൊക്കെ നടക്കുന്ന ഒരു കാലം. ഇപ്പോൾ അത് തൊഴിലായിട്ട് സ്വീകരിച്ച ഒത്തിരി പേരുണ്ട്. എന്താ? മോട്ടിവേഷൻ സ്പീക്കർ. അതൊരു കലയായിട്ടും തൊഴിലായിട്ടും സ്വീകരിച്ച കുറേ പേരുണ്ട്. പണ്ട് ഈ പ്രസംഗ കല ഉണ്ടായിരുന്നു. സുകുമാർ അഴീക്കോട് അങ്ങനെയുള്ളവരൊക്കെ പ്രഭാഷകരായിരുന്നു. അവരെയൊക്കെ ഓരോ പ്രോഗ്രാമിന് വിളിക്കുക, അവർക്ക് കാർ അയച്ചു കൊടുക്കണം, അവരുടെ ഒരു പ്രസംഗ കലയാണ്. പക്ഷെ ഇന്ന് ഒത്തിരി പേര് മോട്ടിവേഷൻ രംഗത്തേക്ക് വരുന്നുണ്ട്. ഈ മോട്ടിവേഷൻ സ്പീക്സൊക്കെ നടത്തുന്ന ശ്രദ്ധിച്ചാൽ അറിയാം, ഇവർ പലപ്പോഴും എന്ത് പറയും? ഓരോരുത്തരുടെ ഓരോ സന്ദർഭോചിതമായിട്ട് വലിയ വലിയ മനുഷ്യരുടെ കഥകൾ പറയും. അതാണ് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സാധാരണ മലയാളികൾ കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കഥയാണ്. നിങ്ങൾക്ക് അറിയണം, എല്ലാവരും അറിയണം. KR നാരായണൻ്റെ കഥയാണ്. എന്താണ്? കൂട്ടുകാരന് ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നല്ല ഭക്ഷണം, വലിയ വീട് കണ്ടു. 2 നല്ല വീട്, ടെറസിട്ട വീട്, അതിൻ്റെ കർട്ടൻ, അതിൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊന്നുമല്ല, കൂട്ടുകാരനായ ബാബുവിൻ്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു, പട്ടിക്കുട്ടി. അവൻ തിരിച്ചു വന്നപ്പം പട്ടിക്കുട്ടിയുടെ മുമ്പിൽ ചോറിരിക്കുക, ഇറച്ചിയുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. ഉച്ചയ്ക്ക് പട്ടിണി പോയ കൊച്ചൻ, വയറുനിറയാതെ പോയ KR നാരായണൻ, കീച്ചേരിൽ രാമൻ മകൻ KR നാരായണൻ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയുടെ മുമ്പിൽ ഇറച്ചി മീനിയിരിക്കുന്ന കണ്ടു. അടുത്ത ദിവസം സ്കൂൾ നടക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഓഫീസർ വന്നപ്പം
AEO ഇൻസ്പെക്ഷൻ വന്നപ്പം ചോദിച്ചു, ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താകണം? ചാടി ഓരോരുത്തർ പറഞ്ഞു, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, പൈലറ്റ് ആകണം, നേഴ്സാകണം, ടീച്ചറാകണം, പോലീസാകണം, SP ആകണം, പിന്നെ ഇങ്ങനെ ഇപ്പം മന്ത്രിയാകണം പറഞ്ഞു വന്നപ്പോൾ ഇവനോട് ചോദിച്ചു എന്താകണം? KR നാരായണൻ പറഞ്ഞു, എനിക്ക് കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. എന്നാ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുമില്ലല്ലോ, എന്തോ കിട്ടും, ഭക്ഷണം കിട്ടും. അവൻ്റെ ആ KR നാരായണനാണ് പിന്നെ പഠിച്ചത്, ബിരുദം നേടിയത്, UK പോയി ലണ്ടൻ സ്കൂൾ അവിടെ നിന്ന് പഠിച്ചിട്ട് വരുമ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ ഒരു കത്ത് കൊടുത്തു വിട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ജവഹർലാൽ നെഹ്റുവിന്, ഇവനെ ഒരു കോളേജ് അധ്യാപകനായിട്ട് ഒതുക്കരുത്, ഇവൻ രാഷ്ട്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടവന്. ഒടുവിൽ വളർന്ന് ആരായി? ഇന്ത്യയുടെ പ്രഥമ പൗരനായി, പരമോന്നത പദവിയിലെത്തി. അതൊക്കെ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്. യേശുദാസ് പാടാൻ പോയപ്പം ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തപ്പം തിരിച്ചയച്ചു, നിൻ്റെ ശബ്ദം എന്തില്ല, കൊള്ളത്തില്ല, ശബ്ദം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച യേശുദാസാണ് പിന്നെ ഗാനഗന്ധർവനായിട്ട് മാറി. ഇങ്ങനെ കഥകൾ, ബിസിനസ്സുകാരുടെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ മോട്ടിവേഷന് ഏറ്റവും കൂടുതൽ നോക്കാൻ പറ്റുന്ന ഒരാൾ ആരാണെന്നറിയാമോ? യേശുവാണ്. മോട്ടിവേഷൻ കഥകളൊക്കെ നല്ലതാണെങ്കിലും മോട്ടിവേഷൻ കിട്ടാൻ ആരെ നോക്കിയാൽ മതി? ഏത് കാര്യത്തിനും യേശുവിനെ നോക്കിയാൽ മതി. യേശു കർത്താവ് ജനിച്ചത് എവിടെയോ ജനിച്ചിട്ട് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടി കിടത്തി. ജനനം വളരെ പരിതാപകരമായിരുന്നു. പക്ഷെ ഒത്തിരി അത് കഴിഞ്ഞ് അഭയാർത്ഥിയായിട്ടാണ് പോയത്. അവർ 2 വർഷം എടുത്തുകൊണ്ട് ഓടി. റാമിയിലൊരു വലിയ നിലവിളി. അപ്പം ആ അഭയാർത്ഥിയായിട്ട് ഓടിയ കാലങ്ങളിലെ പരിമിതി ഒരിക്കലും പിന്നെ യേശു പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെയാണ് പറഞ്ഞേനെ കൊച്ചുനാളിലെ പരിമിതികൾ പിന്നെ സങ്കടമായിട്ടൊക്കെ പറഞ്ഞു. പരിമിതികളിൽ എന്തില്ലായിരുന്നു? ഒരു പരാതിയില്ലാതെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് യേശു. പിന്നെ നമ്മൾ കാണുന്നത് 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിൽ യേശുവിനെ കൊണ്ട് ദേവാലയത്തിൽ പോയി തിരിച്ച് യേശു ക്രിസ്തു അവിടെ തന്നെ പറ്റി നിന്നു. ഇവരിങ്ങനെ പോയിട്ട് ഇവർ 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ചെന്ന്. അച്ഛനും അമ്മയും കൂടെ എത്ര ദിവസം കഴിഞ്ഞ് ചെന്നു? 3 ദിവസം ടെൻഷൻ അടിച്ച് ഇവർ അച്ഛനും അമ്മയും കൂടെ പോയി. 3 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ യേശു കർത്താവിന് അന്ന് എത്ര വയസ്സുണ്ട്? 12 വയസ്സ്. പച്ച മനുഷ്യനുമായിരുന്നു. പച്ച 100% മനുഷ്യൻ, 100% ആ ഫ്യൂഷനാണ് ഇൻകാർണേഷൻ്റെ മിസ്റ്ററി. 100% മാൻ ആൻഡ് 100% ഗോഡ്. ഇറ്റ്സ് എ ഡിവൈൻ ഇൻകാർണേഷൻ മിസ്റ്ററിയാണ്, നിഗൂഢമായൊരു കാര്യം. 100% ഫ്യൂഷൻ, ദൈവവുമാണ് മനുഷ്യനുമാണ്. യേശു കരഞ്ഞത് മനുഷ്യത്വത്തിലാണ്, വിശന്നത് മനുഷ്യത്വത്തിലാണ്, അല്ലേ? ഉറങ്ങിയത് മനുഷ്യത്വത്തിലാണ്, ലാസറിനെ ഉയർപ്പിച്ചത് ദൈവത്വത്തിലാണ്. 100% മനുഷ്യനായിരുന്നു, 100% ദൈവമാണ്. അപ്പം ക്രിസ്തു അവിടേക്ക് വരുമ്പോൾ ഈ 12ാമത്തെ വയസ്സ്. പക്ഷേ ഇവർ അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. 12ാമത്തെ വയസ്സിൽ 3 ദിവസമായിട്ട് അവിടെ ഇരുന്ന് എന്തോ ചെയ്യുക? ഉപദേഷ്ടാക്കന്മാരോട് സംസാരിക്കുന്നു. പറഞ്ഞാൽ തോറ വായിക്കുക, വേദവസ്തം വായിച്ച്, ന്യായപ്രമാണം വായിച്ച് 3 ദിവസമായിട്ട് ഇരിക്കുക. എത്രാമത്തെ വയസ്സിൽ? 12ാമത്തെ വയസ്സിൽ. അപ്പോൾ ഈ 12കാരെല്ലാം ആരെ നോക്കിയാൽ മതി? ഇന്നത്തെ 12കാർ ഇച്ചിരി സമയം കിട്ടിയാൽ എന്തോ ചെയ്യും? നിങ്ങളുടെ വീട്ടിലെ 12കാരൻ സമയം കിട്ടിയാൽ എന്തോ ചെയ്യും? പറഞ്ഞു. ഫോൺ എടുത്തുകൊണ്ട് ഓടും. എത്ര നേരം ഇരിക്കും? എൻ്റെ ചാർജ് പോകുന്നിടം വരെ ഇരിക്കും. പിന്നെ ചാർജ് കുത്തിക്കൊണ്ട് അവിടെ ഇരിക്കത്തില്ലേ? ഇരിക്കും. അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഗെയിം കളിക്കുന്ന 12കാരെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. 3 ദിവസമായിട്ടിരുന്ന വേദം. അതുകൊണ്ടാണ് ക്രിസ്തു അന്ന് വായിച്ചു. പിന്നെ ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെ സർക്കാസ്റ്റിക്കായിട്ടാണ് ചോദിക്കുന്നത്. എന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലയോ? വായിച്ചിട്ടില്ലയോ? ഈ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കാൻ കാര്യം എന്നാ? യേശു 12ാമത്തെ വയസ്സിൽ ഇരുന്ന് എന്ത് ചെയ്തു? വായിച്ചു. വായിക്കുക മാത്രമല്ല, ഗദ്യസ്ഥാക്കി. മനുഷ്യൻ മേലെ 2 അല്ല 1 ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലയോ? എന്ത് കൂളായിട്ട് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ലയോ? വായിച്ചിട്ടില്ലയോ? അപ്പോൾ യേശു ക്രിസ്തു തോറ വായിക്കുമായിരുന്നു, ന്യായപ്രമാണം വായിക്കുമായിരുന്നു. വേസം പുസ്തകം വായിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ കണ്ടാൽ മതി? യേശുവിന്. ചിലരുടെ ഭാഷ ഒന്ന് പ്രത്യേകം പ്രായിക്കാം. പുസ്തകം കയ്യിലോട്ടെടുക്കുമ്പോൾ എന്തോ വരുന്നു? ഉറക്കം വരുന്നു. പുസ്തകം കയ്യിലോട്ടെടുക്കുമ്പോൾ എന്തോ വരുന്നു? ഉറക്കം വരുന്നു. ഇവരെല്ലാം ആരെ നോക്കണം? യേശുവിനെ നോക്കണം. യേശു 3 ദിവസം ഇരുന്ന് എന്ത് ചെയ്യുക? വായിക്കുക. എത്രാമത്തെ വയസ്സിൽ? 12ാമത്തെ വയസ്സിൽ. എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും വലിയവരും എന്ത് വായിക്കണം? വചനം വായിക്കണം. വചനം വായിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ കണ്ടാൽ മതി?
ഞാൻ ഉൾപ്പെടെയുള്ള ഉപദേശിമാരായ എന്നോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും വേദപുസ്തകത്തെ സീരിയസ് ആയിട്ട് തപ്പുന്നത് നാളെ പ്രസംഗിക്കേണ്ടപ്പോഴാണ്. പ്രസംഗമില്ലെങ്കിൽ എന്തോ ഇല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ, പ്രസംഗിക്കേണ്ടെങ്കിൽ എന്ത് വേണ്ട, വായന വേണ്ട. പക്ഷേ ഒരു കാര്യം, സ്ഥിരമായിട്ടിരുന്ന് എന്ത് വായിച്ചു? വേദപുസ്തകം വായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുസ്തകം വായിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കണം? ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വേദപുസ്തകം വായിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകം വായിക്കണം. പുസ്തകങ്ങളെല്ലാവരും കരങ്ങളിലെടുത്തൊന്ന് ഉയർത്തിപ്പിടിച്ച് പുസ്തകം വായിക്കണം. കവർ ടു കവർ വായിക്കണം. അങ്ങ് വായിക്കണം. ഇരുന്ന് വായിക്കണം. വായിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എത്ര ദിവസം അടുപ്പിച്ച് 3 ദിവസം ഇരുന്ന് എന്തോ വേദപുസ്തകം വായിക്കണം. വേദപുസ്തകത്തിൽ കുറിപ്പെഴുതുന്ന തെറ്റൊന്നുമല്ല, വായിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ചില പുസ്തകങ്ങളിൽ കുറിപ്പുകളെ കാണത്തില്ല. അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യാറേ ഇല്ല, വായിക്കാറേ ഇല്ലെന്നായിരിക്കാം. എനിവേ, പുസ്തകം വായിക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെ നോക്കുക? യേശുവിനെ നോക്കുക. ഇനിയും പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ആദ്യകാലത്ത് എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, മലയിൽ പോയി പ്രാർത്ഥിച്ചു, ഗതസമനെ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കവിണ് വീണ് പ്രാർത്ഥിച്ചു. യേശു എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കണം? യേശുവിനെ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളവരും യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി എനിക്ക് നൽകണേ. പ്രാർത്ഥിക്കാൻ മടിയുള്ളവരെ ആരെ നോക്കണം? യേശുവിനെ. പ്രിയരെ, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാമോ അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണം. എൻ്റെ ചർച്ചിൽ നിന്ന് ഒരു പെൺകുട്ടി നേഴ്സിംഗ് പഠിക്കാൻ തമിഴ്നാട്ടിൽ പോയി. സേലത്ത് അവിടെ ഈ റോഡിലാണ് കണ്ടാൽ പോയി. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ അവൾ ചെന്നപ്പോൾ ഒരു തമിഴ് പെന്തക്കോസ്തുകാരത്തി കുട്ടിയാണ് ഇവിടെ റൂംമേറ്റ്. ഈ പെൺകുട്ടിയുടെ എൻ്റെ ചർച്ചയിൽ നിന്ന് പോയ പെൺകുട്ടി റൂംമേറ്റ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു പെന്തക്കോസ്റ്റിലാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പെന്തക്കോസാണ്. നീ പെന്തക്കോസാണോ? ആര് ചോദിച്ചു? ഈ തമിഴത്തി. എന്നിട്ട് പെട്ടെന്ന് ഇവളോട് പറയുക, നിൻ്റെ മുട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ മുട്ടയിൽ എന്തോ ഇല്ല. അവൾ പറഞ്ഞു, നീ പെന്തക്കോസല്ല, എൻ്റെ മുട്ട് കാണാൻ. ഞങ്ങളുടെ സഭയിൽ എല്ലാവർക്കും എന്തോ ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അവൾ ചമ്മിപ്പോയി. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്തോ വേണം? എവിടെ? മുട്ടയെ തഴമ്പ് വേണം. ചെറിയൊരു കാര്യമല്ല, ആണോ? അല്ല. അപ്പം യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മുട്ടുകുത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കവിണ് വീണ്ടും പ്രാർത്ഥിക്കണം. നോക്കൂ എൻ്റെ പ്രിയരെ, കർത്താവിൻ്റെ വചനം പറയുന്നു, വേദപുസ്തകം വായിക്കണം, 2 പ്രാർത്ഥിക്കണം. ഇത് രണ്ടിനും മടിയുള്ളവരാരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എല്ലാവരും ആരെ നോക്കുക? യേശുവിനെ നോക്കുക. ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു സമയമാണ്. ജനറേഷൻ ഗ്യാപ്പ് വല്ലാതെ കൂടുകയാണ്. പ്രായമുള്ളവരും മക്കളും തമ്മിലുള്ള വിടവുകൾ കൂടുക. എന്താ ആക്ച്വലി വാട്ട് യു മെൻ ബൈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് ചോദിച്ചാൽ, ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും അതിൻ്റേതായ എന്തുണ്ട്? ഒരു ഗ്യാപ്പുണ്ട്, ഇല്ലേ? ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലത്തും ഉണ്ട്. സത്യത്തിൽ ജനറേഷൻ ഗ്യാപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സിമ്പിളി പറയും, ഈ കുഞ്ഞ് വന്നിട്ട് നമ്മളോട് പറയുക, ഞങ്ങളെല്ലാവരും കൂടെ, അല്ലെങ്കിൽ പെങ്കൊച്ചെന്ന് പറയാം, ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ സ്ലീപ്പ് ഓവർ പോവുക. അമ്മ എന്താ പറയും? ആദ്യം എന്താ പറയും? ഇവിടുന്ന് ഒറ്റ ഒരുത്തരം സ്ലീപ്പ് ഓവർ, എന്നെ മണ്ണാക്കട്ട, എന്ത് ചെയ്യണ്ട, പോകണ്ടെന്ന് പറയും. അതിന് കാരണമുണ്ട്. അമ്മ പറയുന്നതിനകത്ത് കാരണമുണ്ട്. ഇവള് സ്ലീപ്പ് ഓവറിന് ചെല്ലുന്ന വീട്ടിലെ അച്ചായൻ ഇവിടെ അച്ചായനാണോ? അല്ല, അയാളൊരു പുരുഷനാണ്. ഇവള് പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. അവിടുത്തെ ആങ്ങളെ ചെറുക്കൻ കാണും. അവക്ക് ഇവൾ ആരല്ല, അവനിവളാരല്ല, പെങ്ങളല്ല. ഈ ബോധം അമ്മയ്ക്കുള്ളതുകൊണ്ട് അമ്മ പറയുന്നത് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. ഇവിടുന്ന് ആരും എങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കും, പിന്നെ ചെറുക്കനെ വിട്ടല്ലോ, ഇടി അവൻ ആരാ? ആണാ? അപ്പം ആണിന് പോകാമോ? നീ കൂടുതലൊന്നും ചോദിക്കണ്ട, ഇവിടുന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. എന്നാൽ അവളെന്താ പറയും? പിന്നെ ഞാൻ എന്ത് ചെയ്യും?
പോകും. അപ്പം ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. വളരെ ലളിതമാണ്, ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. ഈ ഗ്യാപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ? പിന്നെ ആൻഡ് ഇല്ല. പിന്നെ ഇല്ല, ഞാൻ പോവും, നീ പോകത്തില്ല. അമ്മമാരൊക്കെയാണെങ്കിൽ പറയും എൻ്റെ ശവത്തെ ചവിട്ടി എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ എന്ന് പറയും. ഇതിൻ്റെ പേരാണെന്ത്? ഈ ഗ്യാപ്പ് നമ്മളുള്ളപ്പോൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏക പ്രശ്നം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വലുതായിക്കൊണ്ടിരിക്കുക. നമ്മളെന്താ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടത്തൂര എന്തോടാ കൊണോ, അത്രേ ഉള്ളൂ. ആർക്കടാ പോണ്ടേ? ആർക്കും വേണ്ട, സിമ്പിളാണ്. പക്ഷെ അങ്ങനെ ഇപ്പം ഇവർ വിളിച്ച് നിൽക്കും. നമ്മൾ മോനെ പോയാലുള്ള അപകടം എന്നൊക്കെ പറഞ്ഞാലേ എന്നൊക്കെ പറയേണ്ടി വരും. പണ്ട് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ നോ മോർ എക്സ്പ്ലനേഷൻ, പോകണ്ട. അപ്പോൾ ഇതാണ് എന്ത്, ജനറേഷൻ ഗ്യാപ്പ്. ഈ ജനറേഷൻ ഗ്യാപ്പ് ഇന്നങ്ങ് വൈഡനായിട്ട് സംസാരം കുറഞ്ഞു. ഈ അപ്പന്മാരൊക്കെ വീട്ടിലോട്ട് വരും, ഭയങ്കര സങ്കടമാണ്. ഈ പിള്ളേരിങ്ങനെ വന്നിട്ട് കുറച്ചുകൂടെ പ്രായമായി, ഇവർക്ക് അവർ സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ഈ പിള്ളേർ വന്ന് നമ്മളോടൊന്ന് വർത്താനമൊക്കെ പറയണം. ചുമ്മായിരുന്നു. ഇവരിങ്ങോട്ട് വരുമ്പോഴേ ഇവരുടെ കയ്യിൽ ഫോൺ കാണും. ഫോണ് ഇതിനകത്തോട് വെച്ച് വർത്താനം പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. എപ്പോഴാണ് നീ വന്നേ? വന്നോളൂ. പിന്നെ അങ്ങ് പോവാ. അങ്ങ് പോയി ഇറങ്ങി പോകാൻ നേരത്ത് വാ നീ എപ്പം വരും? വൈകുന്നേരം വരും. അതിന് മുമ്പ് ഇവൻ ബൈക്കെടുത്ത് കാലെടുത്ത് വെച്ച് പോയി കഴിഞ്ഞു. എന്ത് ചെയ്യുന്നില്ല? വർത്താനം പറയുന്നു. ഈ കാരണവന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? വന്നിരുന്ന് പിള്ളേരെന്ത് ചെയ്യണം? വർത്താനം പറയണം. പിള്ളേർ വർത്താനം പറയണം. എൻ്റെ പിള്ളേർ എന്നോട് വർത്താനം പറയാമെന്ന് ഇഷ്ടമുള്ളവരെന്ന് കൈവക്കിക്കുക. എല്ലാവർക്കും പറയും. പിള്ളേർ വന്നിരുന്ന് എന്ത് ചെയ്യണം? വർത്താനം പറയണം. കുമ്പനാടിനെ പറ്റി BBC എഴുതിയൊരു വാർത്ത കേട്ടായിരുന്നു. കുമ്പനാടിൻ്റെ പ്രേതാലയം എന്നാണ് വിളിച്ചേക്കുന്നത്. അതിന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. BBCയോട് എന്തോ പ്രതിഷേധം ചെയ്യാനൊക്കെ. മനോരമയായിരുന്നേ നമ്മളിൻ്റെ മനോരമ ബഹിഷ്കരിക്കാന്ന് പറയാം. കുമ്പനാട്ട് പ്രതിഷേധിച്ച് BBC-യാണ്. BBC-യുടെ പഠനത്തിൽ കുമ്പനാട് പ്രേതാലയമാണ്. എന്താ കാര്യം? ഒത്തിരി വീടുകൾ വെറുതെ കിടക്കുന്നു. പിന്നെ ഉള്ള വീടുകളിൽ ആരാ? പ്രായമുള്ളവർ. ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്, വൈഡനാണ് ഗ്യാപ്പ്. ഈ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിലും എക്സ്റ്റൻഡഡ് ഫാമിലി സിസ്റ്റത്തിലുമൊക്കെ ദോഷമുണ്ടായിരുന്നു, ഗുണമുണ്ടായിരുന്നു. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായാൽ കാരണവന്മാർ ഇടപെടുവാൻ. അൺഹെൽത്തി ഇൻ്റർവെൻഷൻ അപകടമാണെങ്കിലും ചില സമയത്ത് ആര് ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, പരിഹരിക്കപ്പെടത്തില്ല. പോയി കിടക്കണ കയറി അഹങ്കാരി ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേനും എല്ലാ പ്രശ്നവും തീരും. അപ്പം ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വൈഡൻ ചെയ്യുക. പേരൻസും മക്കളും തമ്മിൽ മിണ്ടുന്നില്ല. ഇവിടെയാണ് നമ്മൾ യേശുവിനെ നോക്കേണ്ടത്. മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ എഴുതപ്പെട്ട ഒരു കാര്യമുണ്ട്. 3-ാമത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു. എൻ്റെ അച്ഛൻ്റെ മരണം. ഈ സത്യാന്വേഷണ പരീക്ഷണമുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യം, അച്ഛന് ഈ ഗാന്ധിജി കാല് ഞെക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛൻ കസ്തൂർബായെ കല്യാണം കഴിച്ച സമയത്ത് ഗാന്ധിജി കാല് ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ തനിക്ക് തോന്നി കസ്തൂർബായുടെ മുറിയിൽ അങ്ങ് പോകണം. ചെറുപ്പമല്ലേ, എത്ര നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പം തൻ്റെ അപ്പൻ്റെ അനിയൻ വന്നിട്ട് പറഞ്ഞു, മോൻ മനെ പൊക്കോളാൻ പറഞ്ഞു. വലിയ കാര്യം, കേട്ട പോയി കിടന്ന് കഥ കടച്ച് ഉറക്കം കണ്ണിലോട്ട് പിടിച്ചപ്പോൾ ആരാണ്ട് വന്ന് കഥകെ കൊറ്റി നോക്കിയപ്പോൾ വേലക്കാരന് പറഞ്ഞു അച്ഛൻ മരിച്ചുപോയി. ഗാന്ധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഗാന്ധി പിന്നെ അത് എഴുതിയിട്ടുണ്ട്. കുറച്ചു നേരം കൊണ്ടിരുന്ന കാലം ഞെക്കിയായിരുന്ന ഈ അച്ഛൻ മരിക്കുമ്പം ഗാന്ധിയുടെ കണ്ണിൽ ഇങ്ങനെ നോക്കി 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 എന്ത് ചെയ്തേനെ, മരിച്ചേനെ. അച്ഛൻ്റെ മരണം എന്നുള്ള പേരിലിരുന്നുണ്ട്. ഇന്ന് പലരും അച്ഛനോട് സംസാരിക്കാത്തവരാ. എൻ്റെ അച്ഛനോട് എൻ്റെ അച്ഛനും പ്രായമാണ്. അച്ഛൻ ജീവനോടുള്ളവരില്ലെന്ന് കൈവയ്ക്കുക. അച്ഛൻ ജീവനോടുള്ളവരില്ലെന്ന് കൈവയ്ക്കും. ഓക്കെ, ഇത്രയും പേരുള്ളൂ അച്ഛൻ ജീവനോടുള്ളവർ. എൻ്റെ അച്ഛനോട് 2 ആഴ്ചക്കകത്ത് 1 മണിക്കൂർ ഞാൻ ചുമ്മാ കത്തി വെച്ചു എന്ന് ഓർമ്മയുള്ളവരൊന്ന് കൈവയ്ക്കുക. 1 മണിക്കൂർ അച്ഛനോട് കത്തി വെച്ചെന്ന് ഓർമ്മയുള്ളവർ ഒന്ന് ചുമ്മാ കത്തി ചുമ്മാ. അപ്പം ഞാനിത് ചെറുക്കനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു,
അല്ല, ഈ ടോപ്പിക്കൊന്നുമില്ല. എത്ര നേരം ഇങ്ങനെ അച്ചായനോട് എന്തോ വർത്താനം പറയാം, ടോപ്പിക്കില്ല. ഞാൻ ഇവനെ ഒരാവശ്യത്തിന് അവൻ്റെ അടുത്ത് ചെന്നു. അപ്പം വെളുപ്പിനെ 3 മണിയായി. ഞാൻ വിളിച്ചപ്പം ഫോൺ എൻഗേജഡാ. ഇവൻ ഫോൺ വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. പയ്യനാ. ഞാൻ ചോദിച്ചു, നീ ആരെ വിളിക്കുക? അവൻ്റെ പെണ്ണിനെ വിളിക്കുക. എപ്പം തുടങ്ങിയതാ? ഫോണങ്ങ് ചുട്ടു പഴുത്തു. 3-4 മണിക്കൂറായി. അതിന് സബ്ജക്റ്റ് ഉണ്ടല്ലോ. അതിനെന്തോ സബ്ജക്റ്റ്? അവരെന്തോ സംസാരിച്ച കർണാടകയിലെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചോ, 2024 കേന്ദ്ര അടുത്ത ഇലക്ഷനെ കുറിച്ചോ, ആഗോള താപനത്തെക്കുറിച്ചോ? അവരെന്തോ സംസാരിച്ചേ? എന്തോ സംസാരിച്ചേ? അരിക്കൊമ്പനെ കുറിച്ചോ എന്തോ അവർ സംസാരിച്ചേ 3 മണിക്കൂർ? അതിന് സബ്ജക്റ്റ് ഉണ്ടല്ലേ? അതിന് സമയമുണ്ട്. എന്തോ സബ്ജക്റ്റ്? ഇവിടെ അപ്പോഴോട് 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞ എത്ര പേരുണ്ട് ഒരു 2 ആഴ്ചക്കകത്ത്? ഞാനിത് ഒത്തിരി അടുത്ത് ചോദിച്ചു. പല്ലും മാറി കൈ പൊക്കിയില്ല. പക്ഷേ യേശു കർത്താവിനെ നോക്കിക്കേ, രാത്രി മുഴുവൻ പോയിരുന്ന് വർത്തമാനം പറയുക. ആരോട്? യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരോട് സംസാരിക്കുക? ഒരു രാത്രി, പകലും എത്ര ക്ഷീണമാണ്, എന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കളച്ച ഒരു അപ്പനും മോനും കൂടെ വർത്തമാനം പറയുന്നത് കണ്ടിട്ട് എനിക്ക് കുശുമ്പായി. ഇവരെന്തോ ഈ പറയുന്നേ? ഇവർ നേരെ മുഴുക്കോളം ഇരുന്ന ഒരു അപ്പനും മോനും കൂടെ കഥ പറയുക. എന്നിട്ട് അപ്പനങ്ങ് ഉറക്കെ പറയുക, ഇവൻ എൻ്റെ ഈ മോൻ പറയുക, അപ്പനും ഞാനും ഒന്നാണെന്ന്. പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുക എന്നൊക്കെ അങ്ങ് പറയുക. ഇവിടെ നമ്മളെന്താ പറയുന്നേ? അപ്പൻ എല്ലാവരും പറയാം. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ. അങ്ങ് സ്വർഗം ഉറക്കാൻ നാട്ടാരെ കേട്ടോളൂ, കേട്ടക്കാത്തവരെല്ലാം കേൾപ്പിക്കുക. ഇവൻ എൻ്റെ ഉറക്കെ പറയുന്നേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്തൊരു അപ്പനും മകളും തമ്മിലുള്ള ബന്ധം. രാത്രി മുഴുവൻ വർത്താനം പറഞ്ഞ ഒരു മകൻ. പ്രിയമുള്ളവരെ, അപ്പനോട് സംസാരിക്കാൻ മടിയുള്ളവരെല്ലാം പതുക്കെ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എന്നിട്ട് ചുമ്മാ പോയിരുന്ന് വർത്താനം പറയണം. ആരോട്? അയ്യോ, നോക്കിക്കോ, ഇന്ന് 300 ഷുഗറെങ്കിൽ നാളെ 150 ആകും. ഇന്ന് പ്രഷർ 180 100 അടുത്ത ദിവസം അത് 120 80 നോർമലാകും. അവർ ചോദിക്കും, ഡോക്ടർ ചോദിക്കും, നടന്നോ, ഡയറ്റാണോ? ഒന്നുമല്ല, കൊച്ചു വന്നിരുന്ന് എന്ത് ചെയ്തു? വർത്താനം. അതുകൊണ്ട് എല്ലാ മക്കളോടും പറയട്ടെ, ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കിയാൽ പ്രാർത്ഥിക്കാൻ കഴിയും. യേശുവിനെ നോക്കിയാൽ വചനം വായിക്കാൻ നോക്കും. എൻ്റെ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു. അപ്പോൾ എല്ലാവരും പറയട്ടെ, ആരോട് വർത്താനം പറയണം? അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവരെല്ലാം അപ്പന്മാരോട് വർത്താനം പറയണം. അത് കാണണം. നമ്മുടെ പിള്ളേർ കഥ പറയുന്നത് കാണണം. ഇവർ ചോദിക്കണം, നിങ്ങൾ എന്തോ ഈ പറഞ്ഞെന്ന്. ചുമ്മാ ഇരുന്ന് വർത്താനം പറയുക. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ച്. അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവർ, എൻ്റെ അപ്പം മരിച്ചുപോയി, അമ്മായിപ്പനുണ്ട്, കുറച്ച് നേരം കൂടെ വർത്താനം പറയണം അവർ മരിക്കുന്നതിന് മുമ്പ്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാകട്ടെ, കുറച്ച് നേരം പോയിരുന്ന് കാരണവരോട് വർത്താനം പറയാൻ. ഐ റിയലി വാണ്ട്. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്കും നമുക്കും ഏറെ നേരം വർത്താനം പറയും. സമയമുണ്ടായോ? യേശുവിന് ഉണ്ടായിരുന്നു. രാത്രിയാ, ഉറങ്ങേണ്ട സമയമാണ്. ഉറക്കളച്ചിരുന്ന് വർത്താനം പറയുക. എന്നിട്ട് പറയുക ലോകത്തോട്, ഞാൻ അപ്പൻ്റെ ഇഷ്ടമാണ് ചെയ്തേ, അപ്പനും ഞാനും ഒന്നാ, ഞാനും പിതാവും ഒന്നാണ്. ആ വാക്കുകളൊക്കെ അങ്ങനെ വേണ്ടേ വ്യാഖ്യാനിക്കാൻ? ഞാനും പിതാവും ആരാ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടമല്ല ഒന്നാ, ഞങ്ങളുടെ പ്രയോറിറ്റി അല്ല ഒന്നാ, ഞങ്ങളുടെ എല്ലാം ഒന്നാ. ഞങ്ങൾക്ക് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും സുതാര്യം മാറ്റി വെക്കാനൊന്നുമില്ല. അപ്പനും മോനും. അപ്പൻ്റെ അനുഗ്രഹം പ്രാപിക്കുക ചെറിയ കാര്യമല്ല. പിതാവേ, ഞാനും നീയും ഒന്നാകുന്ന പോലെ. 2, ഒരു അമ്മയും അങ്ങനെയാകാനാകണം. യേശുവിനെ നോക്കിയാൽ മതി. കുരിശിൻ്റെ വേദന ഭയങ്കര വേദനയാണ്. അതുകൊണ്ടാണ് ഈ ക്രൂശ് മരണം ഭയങ്കര ദിവസങ്ങളോളമൊക്കെ ചിലപ്പം നീളും. അപ്പോൾ ഈ ക്രൂശ് വേദനിക്കുമ്പോൾ അവരുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ യഹൂദ സ്ത്രീകൾ ഒരു പാനീയം കൊടുക്കുക, ഇൻടോക്സിക്കേഷനാണ്. അത് യേശു എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. പച്ചയ്ക്ക് ആ വേദന അനുഭവിച്ചു. ആ വേദനയിൽ ആരെയും ഓർക്കാറില്ല. ഭയങ്കര വേദന, പല്ലും പ്രാകും.
ശപിക്കും. അതുകൊണ്ടാണ് കണ്ടു എന്നവർ പറഞ്ഞത് ഇവൻ ഭയങ്കര നീതിമാനാണ്. അതുകൊണ്ടാണ് കുരിശിൻ്റെ മൊഴികൾക്ക് പ്രാധാന്യം. 7 മൊഴികൾ. 7 മൊഴികൾ എന്തൊക്കെയാണ്? 1, പിതാവേ ഇവർ ചെയ്ത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. 3, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. അല്ലേ? വീണ്ടും പറയുന്നു എന്താണ്? എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്? എനിക്ക് ദാഹിക്കുന്നു, സകലതും നിവൃത്തിയായി, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലെത്തി. അങ്ങനെ 7 മൊഴികളാണ്. ആ 7 മൊഴികളിൽ പറയുമ്പോൾ ആ ശാന്തഗംഭീരമായ വാക്കുകൾ ആ വേദനയുടെ മൂർധന്യതയിൽ പറയുന്നതാണ് യേശുവിൻ്റെ മരണത്തെ വ്യത്യസ്തമാക്കുക. പക്ഷേ യേശു കർത്താവ് നോക്കിയ ഒരു അമ്മയും മോനും എങ്ങനെ ആകണം? യേശുവിനെ നോക്കിയാൽ മതി. തീവ്രവേദനയാണ്, തീവ്രവേദന. കുരിശിൻ്റെ വലിഞ്ഞു മുറിയുക. തൂങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം മുട്ടും. ക്രൂശുമരണം പലപ്പോഴും ശ്വാസം മുട്ടലുണ്ടാക്കും. കാരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ വസ്തിയെല്ലാം വലിയും. അതുകൊണ്ട് ആ തൂങ്ങിക്കിടക്കുന്നവർ മുട്ടയിൽ ഇങ്ങനെ പൊങ്ങും ശ്വാസം കിട്ടാൻ. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി എന്തൊടിച്ചു കളയും? മുട്ടൊടിച്ച് കളയും. യേശുവിനെ മുട്ടൊടിക്കാൻ വേണ്ടി വന്നപ്പോൾ മരിച്ചു എന്ന് കണ്ടിട്ട് അവരെന്ത് ചെയ്തില്ല? ഒടിച്ചില്ല. അവൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടത്. അപ്പോൾ യേശു കർത്താവ് കാൽവരി കുരിശ് കിടക്കുമ്പം തീവ്രമായ വേദനയാണ്. ആ തീവ്രമായ വേദനയെ താപ്പോട്ട് നോക്കിയപ്പോൾ അമ്മ നിൽക്കുന്നത് കണ്ടു. ഇനി അമ്മയുടെ കാര്യമാണ്. യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞു. അവർ തമ്മിൽ അന്ന് മുതൽ അമ്മയും മകനുമായി. ആ തീവ്ര വേദനയിൽ ആരെ ഓർത്തു? അമ്മയെ ഓർത്തു. അമ്മ ഇങ്ങനെ യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് യേശു മരിക്കുക. ഏൽപ്പിച്ചിട്ട് മരിക്കുക. ഞാൻ എൻ്റെ കണ്ണിന് കണ്ട 2 കാര്യങ്ങളുണ്ട്, 2-3 അനുഭവങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ നാട്ടിലെ ഒരു തമിഴ് സഹോദരൻ്റെ അമ്മ മരിച്ചുപോയി. നാഗർകോട്ടിലാണ്. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. തൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകേണ്ട സഹോദരൻ, ഞാനും കൂടെ വരാം. അങ്ങനെ ഞങ്ങൾ 2 കൂടെ അങ്ങ് നാഗർകോവിൽ പോയി. പോകുന്ന വഴിക്കെല്ലാം അമ്മ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് പോവുക. പ്രിയരെ, അത്ഭുതകരമായൊരു മിസ്റ്ററി. ഞങ്ങൾ അവിടെ ചെന്നപ്പം രാത്രി വെളുപ്പിനെ 2 മണിയായി. വണ്ടി നിർത്തിയ ഒരാൾ ഓടി വന്ന് പറയുന്നില്ല പെട്ടെന്ന് ചെയ്യുന്നതിന് അമ്മ തന്നെ നോക്കിക്കിടക്കുക. ഞാൻ ചോദിച്ചു മരിച്ചില്ലേ? നോക്കിക്കിടക്കുക. ചെന്നപ്പം അമ്മ മരിച്ച പോലെ കിടക്കുക. ഒരു വെള്ളയൊക്കെ വിരിച്ച് ചുറ്റിയിരുന്ന ആൾക്കാർ പാട്ട് പാടുക. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം തൊണ്ടക്കുഴിയിലൊരു അനക്കമുണ്ട്. ചെറിയ ഇവിടെ ഒരു അനക്കം, അത്രയേ ഉള്ളൂ. മരിച്ച പോലെ കിടക്കുക, കണ്ണെല്ലാം അടച്ച് കിടക്കുക. ഈ മോൻ അടുത്തിരുന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അമ്മ ഇങ്ങനെ കോരിയെടുത്ത് പതുക്കെ തലയൊക്കെ ചേർത്ത് വെച്ച് ഈ അമ്മയുടെ ചെവി പറഞ്ഞ് അമ്മ അപ്പനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, നോക്കിക്കോളാം, അമ്മ സങ്കടപ്പെടല്ലേ. അത്ഭുതം. അമ്മ കണ്ണു തുറന്നു, ഈ മോനെ നോക്കി ചിരിച്ചു, 2 തുള്ളി കണ്ണീര് വന്നു, മരിച്ചു. ഈ അമ്മ ആരെ ഏൽപ്പിക്കാൻ കിടക്കുക? അപ്പനെ മോനെ ഏൽപ്പിക്കാൻ. അപ്പനെ മോനെ ഏൽപ്പിച്ചിട്ട് പോയൊരമ്മ കാത്തു കിടക്കുക ഏൽപ്പിക്കാൻ. അപ്പം യേശു കർത്താവിൻ്റെ കുരിശതാ കാണിക്കുക. ആരെ ഏൽപ്പിക്കണം? അമ്മയെ ഏൽപ്പിക്കണം. വായനയും മനസ്സിൽ മുറിഞ്ഞ ഒരു കഥയുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് കഞ്ഞി മേടിക്കാൻ വേണ്ടി ചോറ്റുപാത്രമായി ഫ്രീ കഞ്ഞി കിട്ടുന്ന മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ചോറ്റുപാത്രം പിടിച്ചുകൊണ്ട് കുഞ്ഞ് പോയപ്പം റോഡ് ക്രോസ് ചെയ്തപ്പം എതിരെ വന്ന വണ്ടി ഇടിച്ച് അവൻ തെറിച്ച് വീണു. അവനെ കോരിയെടുത്തപ്പം ചോറ്റുപാത്രം കയ്യിലുണ്ട്. ലാസ്റ്റിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം, ഉമ്മയ്ക്കാരാ കഞ്ഞി കൊടുക്കുന്ന? എന്നിട്ട് അവൻ മരിക്കുക. യേശുവിനെ നോക്കിയാൽ മതി. തീവ്രവേദനയാണ്. യേശുവിനെ നോക്കണം. അമ്മയെ ആരെ ഏൽപ്പിക്കണം? സ്വന്തം അമ്മയെ ആരെ ഏൽപ്പിക്കാതെ മരിക്കുക. ആ വേദനയിലും ആ മകൻ ചിന്തിച്ചത് ആരെക്കുറിച്ചാണ്? അമ്മയെക്കുറിച്ച്. യോഹന്നാനോട് ഏറ്റവും പ്രിയമുള്ള നെഞ്ചോട് ചാരിയിരുന്ന യോഹന്നാനോട് ചോദിക്കുന്നു, എൻ്റെ അമ്മയെ നോക്കാമോ? അതാ ചോദിച്ചത്. നിനക്ക് എൻ്റെ അമ്മയെ നോക്കാമോ? എൻ്റെ അമ്മയെപ്പോലെ നോക്കാമോ? യോഹന്നാൻ പറഞ്ഞു നോക്കിക്കോളാം. അത് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനു ശേഷം സകലതും, യോഹന്നാൻ 19, സകലതും തികഞ്ഞു എന്ന് അറിഞ്ഞിട്ട്. ഏതിന് ശേഷം? അമ്മയെ ഏൽപ്പിച്ചിട്ട് സകലതും തികഞ്ഞു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി ലോകത്തുനിന്ന് പോകണമെങ്കിൽ കടപ്പാടുകൾ ചെയ്തവർക്ക് ഈ വെള്ളം ഇറങ്ങി, അതിന് ശേഷം പറഞ്ഞു എനിക്ക് വെള്ളം ഇറങ്ങി ചാകണമെങ്കിൽ ആരെ നോക്കണം? അമ്മയെ നോക്കണം. അമ്മയെ നോക്കാത്ത ഒരുത്തരും വെള്ളം ഇറങ്ങി എന്ത് ചെയ്യത്തില്ല? ചാകത്തില്ല. യേശു പഠിപ്പിച്ച കാര്യമാണ്. സകലതും തികഞ്ഞു എന്നെറിഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു, വെള്ളം മേടിച്ച് കുടിച്ചെന്ന. എന്തുകൊണ്ടാ? ആരെ നോക്കി? അമ്മയെ നോക്കി.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരമ്മയും മകനും എങ്ങനെയാണെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? അമ്മയോടുള്ള ഉത്തരവാദിത്വം മറക്കരുതേ. ഉത്തരാധുനിക ലോകത്ത് ഇതൊക്കെ ഒരു പഴഞ്ചൊല്ല് പോലെ തോന്നിയാലും ഏത് കൾച്ചറിലും ദർ ഇസ് എ കൾച്ചർ ദാറ്റ് ഈസ് ബിബ്ലിക്കൽ കൾച്ചർ. ബൈബിൾ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ നമ്മളോട് പറയുന്നു, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കേ. തീവ്രവേദനയിലും ആരെ നോക്കി? അമ്മയെ നോക്കി. ഈ അമ്മമാരുടെ സുഹൃതങ്ങൾ ഭയങ്കരമാണ്. പക്ഷേ എനിക്ക് ഈ എളിയവനൊരു അനുഭവമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് നാൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവമാണ്. ഒരമ്മ എൻ്റെ അടുക്ക വന്നു. ആ അമ്മയ്ക്ക് ഒറ്റ മോനും കുറേ പെൺപിള്ളേരും. ഈ അമ്മ ചില കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കും, പക്ഷേ സ്ഥലം പറയത്തില്ല, അല്ലെങ്കിൽ വ്യക്തികളെ പറയത്തില്ല, പേര് പറയത്തില്ല. എന്നാൽ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. നാളെ വേറൊരാൾക്ക് ഇതുണ്ടാകരുത്. ഈ അമ്മ എൻ്റെ അടുക്ക വന്നു. എന്തിനാണെന്നറിയാം? അമ്മയുടെ മോന് അമ്മയുമായിട്ട് ഒരു കണക്ഷനില്ല. കുറേ നാളായി അവൻ വരുന്നില്ല, കയറുന്നില്ല, കാണുന്നില്ല. അമ്മയ്ക്ക് അമ്മനെ കാണണം. അമ്മയുടെ കണ്ണിന് ക്യാൻസറായി, കാഴ്ച കുറയുക. കാഴ്ച മൊത്തം പോകുന്നതിന് മുമ്പ് മോനെ ഒന്ന് കാണണം. മോനെ വിളിക്കാനാണ് വന്നത്. ഞാൻ പലവട്ടം വിളിച്ചു, ഈ മോൻ വന്നില്ല അമ്മയെ കാണാൻ. ഒടുവിൽ ഈ അമ്മ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പ്രിൻസ് മോനെ, പ്രായമുള്ളൊരമ്മച്ചിയാണ്. എൻ്റെ മോൻ എൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി വരികയും കാണുകയും ചെയ്താൽ ഞാൻ ഇപ്പോൾ പറയുന്നത് അസാധു, അല്ലെങ്കിൽ നീ ചെയ്യണം. ഒരു കെട്ട് പൈസ എൻ്റെ തന്നു, നോട്ട്. എന്തിനാണെന്നറിയാമോ? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മോൻ ബലമായിട്ട് അന്ന് വന്ന് ഷോ കാണിക്കാൻ വന്നാൽ അവനെ എൻ്റെ ബോഡിയെ തൊടിപ്പിക്കരുത്. തൊടിപ്പിക്കാൻ അവൻ ബലം പിടിച്ചാൽ ഗുണ്ടയെ വിളിക്കണം. ഗുണ്ടയ്ക്ക് കൊടുക്കാനാണ് ഈ പൈസ. നിങ്ങൾ ദശാംശം കൊടുത്തിട്ടുണ്ട്, സ്വത്രാഴ്ച കൊടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഗുണ്ടയ്ക്ക് ഗുണ്ടയ്ക്ക് കൊടുക്കാൻ പൈസ. ഞാൻ ഈ പൈസ മേടിച്ചു, പരമാർത്ഥം മേടിച്ചു. ഞാൻ പലവട്ടം വിളിച്ചു, ഈ മോൻ വന്നില്ല. ഒടുവിൽ അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയി. കാണാൻ എൻ്റെ മോൻ ചെന്നപ്പോൾ എൻ്റെ മോൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ മോനാ ഞാൻ. അമ്മച്ചി പറഞ്ഞു, പോടാ. എൻ്റെ മോൻ്റെ ശബ്ദം അറിയാം. മോൻ വന്നില്ല. അമ്മച്ചി മരിച്ച് ബോഡി എടുത്ത് വെച്ചപ്പം താണ്ട് മോൻ വരുന്നു. മോൻ വരിക, എൻ്റെ അങ്കാക്കലി പറിച്ചു. എൻ്റെ മുഖഭാവം മാറുന്നത് എൻ്റെ ഭാര്യ കണ്ടു. ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന് ഇവനെതിരെ വല്ലതും പറഞ്ഞ് ഇവിടെ അലമ്പുണ്ടാക്കി ശുശ്രൂഷ കളഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞേക്കാം. ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴി. പക്ഷെ ചിലപ്പോൾ ഇവരുടെ വാക്ക് അറം പറ്റുന്ന വാക്കാണ്. ഇവർ ചിലപ്പം പറയാം, ആ ആൾ ശരിയല്ല, ആൻറ്റി തലവിളിക്ക്. ചിലപ്പോൾ ഇവർ പറയുന്നത് എപ്പോഴും കേൾക്കണ്ട, എന്നാലും ചിലപ്പോഴൊക്കെ നല്ല അവർ പറയുന്നത് സത്യമാണ്. ഞാൻ ചോദിച്ചു, എന്തോ പറഞ്ഞു? നമ്മൾ പറഞ്ഞു, കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയല്ല. എന്നാലും അങ്ങനെ വിടാൻ നോക്കൂ. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പ്രസംഗം ചെയ്തു. അപ്പോൾ ആ അടക്കം കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ റാന്നി കൂടെ വരിക. അപ്പോൾ അവിടെ മുഴുവൻ ഒരു റോഡ് ബ്ലോക്കായി. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ച സഹോദരന് പറഞ്ഞു, മോനെ പതുക്കെ വണ്ടി എടുക്കും. ഞാൻ എന്നാ നോക്കട്ടെ, ആക്സിഡൻ്റ് ആണോ? ഞാൻ ഇറങ്ങി നടന്നപ്പോൾ സൈഡിലൊരു വീട്ടിൽ നിന്ന് ഒരു നായർ സഹോദരൻ, അവൻ ഷട്ടൊന്നും ഇടാൻ നിൽക്കുന്ന, എനിക്കറിയാവുന്ന ആളാണ്. എടോ, താനിവിടെ താൻ പ്രിൻസല്ലേ? ആണോ? എൻ്റെ പാസ്റ്ററായിപ്പോൾ അല്ലേ? ഞാനന്നുണ്ടായിരുന്നു ശവടക്കിന്. ഞാൻ ചെയ്ത് ഇന്ന ശവടക്കിന്. എൻ്റെ എടോ, താനെന്ന് അവിടെ കുറേ കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സമാധാനം പോയി. ഞാൻ ചെന്ന പറ്റി സൗദിയിലായിരുന്നു കേട്ടോ. ഞാൻ നിനക്കറിയത്തില്ല, ഞാൻ ഒറ്റ മോനാ. അമ്മയ്ക്ക് അസുഖമെന്ന് കേട്ടപ്പം എന്ത് ചെയ്താൽ അവരുടെ സ്പോൺസർ വിടത്തില്ല. ഞാൻ പറഞ്ഞു, തൻ്റെ ജോലിയൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പത്താക്ക എല്ലാം കൊടുത്ത് ഞാനിങ്ങ് പോകുന്നടോ അമ്മയെ കാണും. വന്ന് അമ്മയെ കണ്ടു. രാത്രി മുഴുവൻ ഇരുന്ന് വെളുപ്പിനെ അമ്മ മരിച്ചു. എടോ, താൻ പറഞ്ഞപ്പം തൊട്ട് എനിക്കൊരു സങ്കടം. ഞാൻ ചോദിച്ചാൽ അതെന്നെ കാര്യം? ഞാൻ അങ്ങനെ സൗദി നിന്നായിരുന്നെങ്കിൽ എന്നെ കാണണം വെച്ചോണ്ട് ഇപ്പോഴും ഈ അമ്മച്ചി മരിക്കാതിരിക്കുമായിരുന്നു. ഇപ്പോഴും അമ്മച്ചി എന്ത് ചെയ്യത്തില്ലായിരുന്നു? അവൻ അത്രയും ബോധം ഉണ്ടായില്ല. ഇപ്പോഴും അമ്മച്ചി മരിക്കാതെ ഇരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ ഒരാൾ കിടക്കുകയാണ് കുരിശിൽ, തീവ്രവേദനയിലും. ആരെ ഓർക്കുക? അമ്മയെ ഓർത്തു, അമ്മയെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു അമ്മയും മോനും കൂടെ എങ്ങനെയാണോന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. സ്വന്തം അമ്മയോട് ഈ പറഞ്ഞ പോലെ അമ്മമാർ ജീവിച്ചിരിക്കുന്നവരെല്ലാം ഒന്ന് കൈപ്പൊക്കിക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മ. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അമ്മയോട് ശിവയും പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. ഈ അമ്മയുടെ ചങ്കിനകത്ത് എന്തുണ്ട്? വാളുണ്ട്. എല്ലാ അമ്മയുടെ ചങ്കിനകത്തൊരു വാളുണ്ട്. അപ്പൻ്റെ ചങ്കിൽ അത്രയില്ല,
പിള്ളേർ 4 മണിക്ക് എൻ്റെ കുഞ്ഞ് 4:30 ആയാൽ ആര് കരയും? അമ്മ കരയും. 7 മണിക്ക് ഫോൺ വിളിക്കേണ്ടടുത്ത് 8 മണിയായിട്ട് ഇത് ഫോൺ എടുത്തില്ലെങ്കിൽ ആര് കരയും? അമ്മ കരയും. അത് ഫോൺ എടുക്കാത്തതാണ്, ഉറക്കമായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. പക്ഷേ എന്നാൽ പിന്നെ ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് അങ്ങിട്ടാൽ പോരെ, അമ്മ ഐ എം ഗോയിങ് ടു സ്ലീപ്പ് എന്തെങ്കിലും പറഞ്ഞ് ഈ അമ്മ ഞങ്ങൾ സമാധാനമാകത്തില്ലേ? അത് ചെയ്യത്തില്ല. ഈ അമ്മയുടെ ചങ്കിനകത്ത് അപ്പോഴത്തേന് എന്താ? വാളാണ്. വാള്. ഈ വാളാണ് അവരെ കരയിപ്പിക്കുക. സത്യത്തിൽ ഈ ചങ്കിനകത്ത് വാളുള്ള അമ്മയുള്ളത് കൊണ്ടാണ് ഇന്നും പലതും ബൈക്കിനടിയിൽ കയറി പോകാത്തത്, ഇന്ന് പലതും മരിക്കാത്തത്. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം അമ്മമാരാ. 99% പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും? മക്കൾക്ക് വേണ്ടിയായിരിക്കും. അവരുടെ ചങ്ക് മുറിയുന്നതുകൊണ്ടാണ് കണ്ണ് നിറയുന്നേ. ആ കണ്ണീരാണ് കർത്താവ് തുരുത്തിയിൽ ഒപ്പിയെടുക്കുന്നത്. അതാണ് നാളെ അവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഒരമ്മയും മോനും എങ്ങനെയാണെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. നാം വിശ്വസിച്ച് പറയുന്ന, സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. സ്വന്തം അമ്മയോടുള്ള കടപ്പാട്. ഇത് ചെയ്യാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ. ഒന്നുകൂടെ കൈ പൊക്കിക്കുക അമ്മമാരുള്ളവരെല്ലാം. ഒന്ന് പോയിട്ട് വർത്താനം പറയണം. കുറച്ചു നേരം വർത്താനം പറയണം. കുറച്ചു നേരം അപ്പനോട് ഇരുന്ന പോലെ വർത്താനം പറയണം. അമ്മയെ നോക്കണം. ഈ അമ്മമാർക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പം നവോമിയും രൂത്തും കൂടെ ഒത്തുപോകുന്നുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു ഈ നവോമിയും രൂത്തും. അതിനൊരു കാരണമുണ്ട്. അവിടെ നവോമിയുടെ ഭർത്താവും ഇല്ലായിരുന്നു, രൂത്തിൻ്റെ ഭർത്താവും ഇല്ലായിരുന്നു. ഈ അമ്മായിമ്മയും മരുമോളുമായിട്ട് പിണക്കം ഉണ്ടാക്കാൻ കാര്യം പലപ്പോഴും ആരായിരിക്കും? അമ്മായിമ്മയും മരുമക്കളും കൂടെ പ്രശ്നമുള്ളവർ കൈവക്കാൻ ഞാൻ പറയത്തില്ല. അമ്മായിമ്മയും മരുമോളുമായിട്ട് ഞാനൊരു മരുമോൾ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് 100% ബോധ്യമുള്ളവരെന്ന് കൈവക്കാമോ? 1, 2, ഒരു പ്രശ്നമില്ല. എൻ്റെ കർത്താവേ, ഭാഗ്യപ്പെട്ടവർ, പുണ്യപ്പെട്ടവർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ചെറിയ നീരസങ്ങളൊക്കെ ഉണ്ടാകും. അമ്മയും അമ്മായിയും തമ്മിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടാകും. ഒരു പരിധി വരെ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. ഒരമ്മയ്ക്ക് ഒരു മോളെ കെട്ടിച്ചു വിട്ടു. ആ അമ്മ എന്നോട് പറഞ്ഞാണ് എൻ്റെ മോനെ, എൻ്റെ മോള് ഭാഗ്യമാണ്. അവനാണെങ്കിൽ ഇവക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. അവനാണെങ്കിൽ വെച്ച് കൊടുക്കും, സഹായിക്കും. അവനുള്ളതുകൊണ്ടാണ്. അവനാണെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കുന്നത്. അവനെല്ലാം വെച്ചൊക്കെ പഠിപ്പിക്കും. പിന്നെ തുണിയുടെ എല്ലാത്തിനും അവളെ സഹായിക്കും. എന്നെ മോളെ പോലെ ഭാഗ്യവാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ കെട്ടി. ഈ അമ്മ എന്നോട് പറയാം, എൻ്റെ മോനെ പോലൊരു പെങ്കോന്നൻ. അവൾ അടുക്കളയിൽ കയറുമ്പോൾ ഇവനും ചെല്ലും. അവളെ തുണി അലക്കുമ്പോൾ ഇവളെ, അവനാര്? അവളാര്? ഇതാണ് ആര്? അമ്മയും അമ്മായിമ്മയും. വ്യത്യാസം മനസ്സിലായി? ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലായിടത്തും ഇല്ലേ? ഇത് ലോകം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ കാണും. പക്ഷേ രൂത്തും നവോമിയും തമ്മിൽ പ്രശ്നം ഉണ്ടാകത്തിന് കാരണം അവിടെ ആരില്ലായിരുന്നു? ആണില്ലായിരുന്നു. നിങ്ങളുടെ ആണുള്ളിടത്തോളം കാലം എന്തുണ്ടാകാം? എൻ്റെ മോനെ കൊണ്ടുപോയി അവള്, എന്നാൽ അങ്ങ് കൊണ്ടുപോകും. അപ്പം മോളെന്താ പറയും? അങ്ങനെ ആയിരുന്നെങ്കിൽ കെട്ടിക്കണ്ടായിരുന്നില്ല, അങ്ങ് വെച്ചുകൊണ്ടിരുന്നാൽ പോരായിരുന്നോ, എന്നാൽ കൊണ്ടുപോകും. അപ്പം ഈ പ്രശ്നം എപ്പോഴും എല്ലായിടത്തും ഒക്കെ ഉണ്ടാകത്തില്ലേ മക്കളെ? ഉണ്ടാകും. എന്നാലും അവരെന്തുണ്ട്? ചങ്കിനകത്ത് എന്തുള്ളവരാ? വാളുള്ളവരാ. ചങ്കിനകത്ത് വാളുള്ളവരാ. അപ്പോൾ ഒരു അമ്മയും മോനും അറിയാൻ ആരെയും നോക്കിയാൽ മതി? യേശുവിനെ നോക്കി. ഇനി ഒരു ഭർത്താവും ഭാര്യയും എങ്ങനെ ആവണമെന്ന് അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. ഒരു അപ്പനും മോനും എങ്ങനെയാണെന്ന് അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. തിബിരിയാസിൻ്റെ കടക്കരയിൽ ഈ അപ്പം വന്നിരിക്കുക, ഉദ്ധിതനായ ക്രിസ്തു. പിള്ളേരെല്ലാം ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് മെജോറിറ്റിക്കും അറിയില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. നമുക്ക് ഭയങ്കര അറിവുകളും പുസ്തകം, കാരണം ആ പ്രശ്നങ്ങളൊന്നും അല്ല ഈ പ്രശ്നം. നമ്മൾ ഈ ഏറ്റിലെപ്പടി പയറ്റിലെപ്പടി എന്നൊരു കാര്യമുണ്ട്. പുസ്തകത്തിലെ അറിവുകൾ പലപ്പോഴും നമ്മളെ പ്രായോഗികമാക്കാനൊക്കെ പാടാം. ഈ ഓരോ വിഷയങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക നമുക്കറിയത്തില്ല. അപ്പോഴാണ് ഈ അപ്പനെ നോക്കേണ്ടത്. തിബിരിയാസിൻ്റെ കടക്കരയിൽ ഈ പിള്ളേർ മുഴുവൻ കൂടെ പിന്മാറ്റത്തിൽ പോയി. തോമാസും പത്രോസും എല്ലാം കൂടെ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. രാവിലെ താണ്ട് വന്ന് നിൽക്കുക എല്ലാം കൂടെ, ഒന്നുമില്ല. ഈ പിതാവ് എന്തോ ചെയ്തേ? കൂട്ടാൻ തീക്കരല്ലേ വെച്ച് അപ്പവും മീനും ഒക്കെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മളാണ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് വല്ലതും കിട്ടിയോ? ഇല്ല. ബിടെക്കിന് 4 വർഷം പഠിച്ചിട്ട് മൊത്തം 60 പേപ്പറിൽ 30 അരിയറുമായിട്ട് വന്നിരിക്കുക.
അതോർത്താ മതി. അതാണ് അല്ലേ? അവനിപ്പം പറയുക അത് മെക്കാനിക്കലായതുകൊണ്ടാണ്, ഞാനിപ്പം വേറെ ഡിഗ്രിക്ക് പോയിക്കോളാതെ. എന്താ ചെയ്യും? അപ്പോൾ നമ്മുടെ അപ്പനാണെ പറയണേ, തിന്ന് അമ്മ വെച്ചിട്ടുണ്ട്, കുറയ്ക്കരുതേ മോനെ, വയസ്സ് 30 ആയെങ്കിലും ഇപ്പോഴും കൊടുക്കടി കൊടുക്ക്, എല്ലാവരും വരെ കൊടുക്ക്, നിറച്ചു കൊടുക്ക്, തിന്ന് കേട്ടോ. അത് കേട്ടാ തിന്നാൻ തോന്നും. പക്ഷെ ഇവിടെ ഒരാൾ വന്നിട്ട് എന്താ വിളിച്ചേ? കുഞ്ഞെന്ന് വിളിച്ചു. എന്തൊരു വാക്കാണ്! എന്താ വിളിച്ചേ? കുഞ്ഞുങ്ങളെ, ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ. ഒറ്റ വാക്കിൽ ഭയങ്കര മാറ്റമുണ്ട്. എന്നിട്ട് പറഞ്ഞു, കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലേ? തീക്കനൽ വെച്ചു. ഈ തീക്കനലാണ് പത്രോസിനെ മാനസാന്തരപ്പെടുത്തിയത്. ഒരു തീയുടെ എടുത്തിരുന്നുകൊണ്ടാണ് 3 വട്ടം എന്ത് ചെയ്തത്? തള്ളിപ്പറഞ്ഞു. ആ തീ അവിടെ വെച്ചു. അവൻ്റെ ചങ്ക് പൊള്ളി. ഈ തീ വെച്ചിട്ട് ചോദിച്ചു, നീ ഇവയിൽ അധികമായിട്ട് എന്നെ എത്ര വട്ടം? 3 വട്ടം. അപ്പോൾ സ്നേഹിച്ചൊരാളെ രൂപാന്തരപ്പെടുത്താമെന്ന് പഠിപ്പിച്ചതാരാ? യേശു. നമ്മളാണെങ്കിൽ അന്നേരം എന്തെല്ലാം പറഞ്ഞേനെ. അന്ന് കയറിയേക്കാം, മുടിഞ്ഞ മൊത്തം മുടിപ്പിക്കോ, സ്റ്റുഡൻറ് ലോൺ കിടക്കുക, അയ്യോ, ഒന്നും പറഞ്ഞില്ല. കുഞ്ഞുങ്ങളെ, സ്നേഹം കൊണ്ട് ഒരാളെ രൂപാന്തരപ്പെടുത്താമെന്ന് പഠിപ്പിച്ചതാരാ? യേശു. എന്നോടൊരു മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോളേജ് രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന കൊണ്ടായതുകൊണ്ട് മേലിൽ നിന്നുള്ള റിപ്പോർട്ട് വിട്ടുകൊടുക്കരുത്. അവരുടെ പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ വന്നിട്ട് പോലും ഈ പിള്ളേരെ വിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉപദേശിയായ അപ്പൻ രാത്രി വേദവസമൊക്കെ ആയിട്ട് പതുക്കെ സ്റ്റേഷനിൽ ചെന്ന് സിയോട് സംസാരിച്ചു. എൻ്റെ മോനാ. അയാളെ കണ്ടപ്പോൾ സിഐക്ക് അങ്ങ് സങ്കടം തോന്നി. അപ്പൻ്റെ ജാമ്യത്തിൽ ഇവനെ വിട്ടു. ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു, എടി രാവിലെ പോയതല്ലേ, ഒന്നും കഴിച്ച് കാണത്തില്ല, നല്ല കഞ്ഞി കൊടുക്കും, മോനെ കുളിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അന്ന് പുള്ളി മാനസാന്തരപ്പെട്ടു. ഇങ്ങനെ ഒരു അപ്പനെ കാണണമെങ്കിൽ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എത്ര തെറ്റി വന്നവനെയും ചേർത്ത് പിടിക്കാൻ, എത്ര ഉതറിപ്പോയവനെയും ചേർത്ത് പിടിക്കാൻ, കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു പിതാവാകണമെങ്കിൽ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. ഇഫ് യു വാണ്ട് ടു become a good father, look at Jesus. അതിന് വലിയ പാരന്റിങ് ടിപ്സ് ഒന്നും പഠിക്കണം. നല്ല അപ്പനാകാൻ 10 സ്റ്റെപ്പ്. അതിനകത്ത് 1ാമത്തെ സ്റ്റെപ്പിൽ കയറുമ്പോഴേ നമ്മൾ താഴെ പോകും. അത് യേശുവിനെ നോക്കിയാൽ മതി. കോണ്ടസ്റ്റ് അനുസരിച്ച് ഒരാളെ കൈകാര്യം ചെയ്യാൻ ആരെ പഠിച്ചാൽ മതി? യേശുവിനെ. യേശു നമ്മുടെ അപ്പനായാൽ നമ്മൾ നല്ല അപ്പനാകും. യേശുവിലൂടെ ഈ പിതാവാം ദൈവം നമ്മുടെ പിതാവാകുമ്പോൾ ഇനിയും ഒരു നല്ല ഭർത്താവാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഓരോ കാര്യം നോക്കൂ. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുടെ അതിരുകൾ ലംഘിക്കപ്പെടുന്ന ലോകമാണ്, മ്ലേച്ഛതകളുടെ ലോകമാണ്. ഒരു സ്ത്രീയും പുരുഷനെ എങ്ങനെ ആകണം? എങ്ങനെ നല്ല സൗഹൃദം ഉണ്ടാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ആ സഹോദരിയൊക്കെ വന്നിട്ട് കാല് മുഴുവൻ ഈ തലമുടി കൊണ്ടൊക്കെ തോർത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും യാതൊരു വിധമായ വിശുദ്ധിയുടെ നൈർമല്യം പോകാത്ത ഒരു സ്ത്രീ പുരുഷ സൗഹൃദം കൊണ്ടു നടക്കാമെന്ന് പഠിപ്പിച്ചത് ആരാ? യേശുവാണ്. അനാസക്തമായിരുന്നു ആ നോട്ടം പോലും. ആസക്തിയുടെ ഒരു ലോകമായത്. പക്ഷേ യേശുവിൻ്റെ കൂടെ അത്രയും പേര് നടന്നില്ല. പിന്നെ യോഹന്നാനും മറിയവും കൂടെ എത്ര നാൾ ജീവിച്ചു? അവർ കസിൻസ്, അവരെ ബന്ധമാണെങ്കിൽ പോലും അമ്മയും മകനുമായിട്ട് എന്ത് ചെയ്തു? ജീവിച്ചു. ഇല്ലേ? അമ്മയും മകനുമായിട്ട് ജീവിച്ചു. ആര്? യോഹന്നാനും. യേശുവിനെ മാറിച്ചാറിയിരുന്ന യോഹന്നാന് പിന്നെ മറിയത്തെ ഏറ്റെടുത്തിട്ട്, ഞാൻ ഇവിടെ വായിച്ചത് 19 വർഷത്തോളം അവർ ഒന്നിച്ച് ജീവിച്ചെന്ന്. അപവാദം വല്ലതും ഉണ്ടായോ? അപവാദം സ്ത്രീയും പുരുഷനും കൂടെ താമസിച്ചിട്ട് ഇത്രയും നാളും താമസിച്ചിട്ട് അപവാദം ഉണ്ടാകാത്ത ഒറ്റ ആളോ ഉള്ളെന്ന് ഞാൻ വായിച്ചു. കുട്ടൂസിനും ഡാഗിനിയും. കുറേ നാളായി അവരൊന്നിച്ച് കിടക്കുക. ആരെങ്കിലും എന്തെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞോ? വേറെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒന്നിച്ച് താമസിച്ച് എന്തെല്ലാം പറഞ്ഞേനെ. കുട്ടൂസിനും ഡാഗിനി എത്ര നാളായി നമ്മൾ തൊട്ട് വായിക്കുകയല്ലേ. ഇപ്പോഴും അവർ നല്ല, പക്ഷെ ഒരേ അപവാദം വെക്കാതെ ഒരു സ്ത്രീ പുരുഷ ബന്ധം കൊണ്ടുപോകാമെന്ന് പഠിക്കാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കി. അത്ര പരിശുദ്ധമായിരുന്നു. ഇനിയും പ്രിയരെ, ഒരു നല്ല ഭർത്താവാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. നല്ല ഭർത്താവാകാൻ യേശുവിനെ നോക്കിയാൽ. യേശുവിൻ്റെ പ്രത്യേകത എന്താ? അവൻ തൻ്റെ കാന്തയ്ക്ക് വേണ്ടി തന്നെത്താൻ
ഏൽപ്പിച്ചു കൊടുത്തു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കറ, ചുളുക്കം, പാട്ടം യേശു അങ്ങ് ഏൽപ്പിക്കുകയാണ്. എനിക്ക് യേശു എന്ന ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോഴും പഴയ നിയമത്തിലും ഭർത്താവും ഭാര്യയും മണവാളനും മാറ്റുകയാണ്. ഇതിനപ്പുറം ഒരു സങ്കല്പം, ഒരു എന്താ പറയുക, ഒരു ഇമേജാണ്. അതിനപ്പുറം ഒരു ഇമേജ് ഇതിന് കൊടുക്കാനില്ല. യേശു ഈ ഒരു ബന്ധത്തിനപ്പുറം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായൊരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അതൊരു ചോയ്സാണ്. രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്, സ്നേഹിക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാ ബലഹീനതകളോടും നന്മകളോടും കുറവുകളോടും കൂടെ രണ്ടുപേരും ജീവിക്കുക, മരണം വരെയുള്ള യാത്ര. ഈ യാത്രയിൽ യേശുവിനെ നോക്കിക്കേ, സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുകയാണ്. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ്. നമ്മളെല്ലാവരും ശരിയായിട്ടാണോ യേശു നമ്മളെ സ്വീകരിച്ചത്? ആണോ? എൻ്റെ സ്വഭാവം യേശു ഇഷ്ടപ്പെട്ട് എന്നെ ചേർത്ത് പിടിച്ചാന്ന് ബോധ്യമുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കി. എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട് യേശു എന്നെ ചേർത്ത് പിടിച്ചെന്നുള്ളത്. എൻ്റെ സ്വഭാവം ഒന്നുകൂടെ പറയാം. എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടാണ് എൻ്റെ യേശു എന്നെ ചേർത്ത് പിടിച്ചെന്ന് പറയും. എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട്, നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടാണ് യേശു നിങ്ങളെ ചേർത്ത് പിടിച്ചത്. ആണോ? അല്ല. ആണോ? അല്ല. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ സ്വഭാവം നമുക്ക് പോലും പിടിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഈടായിട്ട് എനിക്ക് എന്നെ തന്നെ നല്ല എന്തില്ല, എന്നോട് തന്നെ നമ്മൾ കളിച്ചിരിക്കുമ്പോൾ ഒരുമാതിരി മിണ്ടല്ലെന്ന് നമ്മൾ പറയുന്നവരാണ്. നമുക്ക് നമ്മളെ തന്നെ പലപ്പോഴും എന്തില്ല, ഇഷ്ടമില്ല. പക്ഷേ യേശു നമ്മളെ ഇഷ്ടപ്പെട്ട എന്ത് കണ്ടിട്ടാണ്? അർത്ഥം ഇത്രയേ ഉള്ളൂ. ഉത്തരം ഒന്നും കണ്ടിട്ടില്ല. വ്യക്തിയാണ് ഇഷ്ടം. നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തെയാണ്. നമ്മൾ ഒരിക്കലും വ്യക്തിയെ ഇഷ്ടപ്പെടാറില്ല, വ്യക്തിയുടെ സ്വഭാവത്തെ. പക്ഷേ യേശു ഇഷ്ടപ്പെട്ടത് ആരെയാണ്? വ്യക്തിയാണ്. എന്ത് മാറ്റിപ്പിടിച്ചു? സ്വഭാവം മാറ്റി നിർത്തി. അൺകണ്ടീഷണലാണ്.